Political Grand Finale, co-presented by Berger Paints, 100 Years of Trust. Educational Partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ life is settled. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. നമസ്കാരം. പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പ്രധാനമായും പൗരത്വ ഭേദഗതി നിയമം തന്നെയാണ് അഞ്ചാം ഘട്ട വോട്ടെടുപ്പിൽ പ്രചാരണത്തിൽ ആളിക്കത്തുക എന്നത് ഉറപ്പായിരിക്കുന്നു. അതിലേക്ക് തന്നെയാണ് നമ്മൾ ഈ ഒരു മണിക്കൂർ പ്രധാനമായും കടക്കുന്നത്. ഒപ്പം അഞ്ചാം ഘട്ട പ്രചാരണത്തിൻ്റെ വിശകലനങ്ങളിലേക്ക് കൂടി. ഏതായാലും പൗരത്വ നിയമ ഭേദഗതി കുറിച്ച് പറയുമ്പോൾ CAA തന്നെയാണ് മോദിയുടെ ഗ്യാരണ്ടിയുടെ ഒടുവിലത്തെ ഉദാഹരണമെന്ന് വ്യക്തമാക്കുന്ന പ്രധാനമന്ത്രി ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് പ്രതിപക്ഷ നേതാക്കളുടെ എല്ലാം വിമർശനങ്ങളെ നേരിടുന്നത്. CAA പ്രകാരം പൗരത്വ സർട്ടിഫിക്കറ്റ് ലഭിച്ചവർ മതത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യം വിഭജിക്കപ്പെട്ടതിന്റെ ഇരകളാണെന്നും അസംഗഡിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ന് പ്രധാനമന്ത്രി തുറന്നടിച്ചിരിക്കുന്നു. കോൺഗ്രസിനെ ലക്ഷ്യം വെച്ചാണ് പ്രസംഗത്തിൽ ഉടനീളം പ്രധാനമന്ത്രി സംസാരിച്ചത്. കിരൺ, വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുക, അത് പ്രതിപക്ഷം വലിയ ആയുധമാക്കി മാറ്റുക, അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു മുഴം മുന്നേറിയുന്നു പ്രധാനമന്ത്രി. കോൺഗ്രസ് എന്ത് ചെയ്തു? അഭയാർത്ഥികളോട് ഏത് തരത്തിലുള്ള നിലപാട് കാണിച്ചു? അതുകൊണ്ട് ഈ CAA തടയാനാകുമോ? ആർക്കും തടയാനാകില്ല എന്ന് പ്രതിപക്ഷത്തെ, കോൺഗ്രസിനെ വെല്ലുവിളിക്കുന്ന ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്ന് കാണുമ്പോൾ ഈ അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിൻ്റെ എല്ലാ ഫോക്കസും ഏകദേശം ഇനി അതിലേക്ക് തന്നെ മാറുന്നു എന്ന് വേണമോ വിലയിരുത്താൻ? അപർണ, വളരെ തന്ത്രപരമായ നീക്കമാണ് ഈ CAA സംബന്ധിച്ച് എല്ലാ സമയത്തും കേന്ദ്ര സർക്കാരായാലും പ്രധാനമന്ത്രിയായാലും സ്വീകരിച്ചിട്ടുള്ളത്. എപ്പോഴാണ് ആദ്യമായി ഈ CAA 2019 ഡിസംബറിൽ വന്നതാണ്. അത് 2020 ജനുവരിയിൽ അത് പ്രാബല്യത്തിൽ ഒരു വിജ്ഞാപനം വരും എന്ന് പറഞ്ഞാണ്. 20 വന്നില്ല, 21 വന്നില്ല, 22 വന്നില്ല, 23 മാർച്ചിലാണ് വരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുമ്പാണ് വിജ്ഞാപനം വരുന്നത്. അപ്പോൾ അങ്ങനെ വിജ്ഞാപനം ആ സമയത്ത് വരുമ്പോൾ അന്ന് എന്താണ് ഇലക്ട്രൽ ബോണ്ട് വിഷയം ചർച്ചയായി വരുന്നത്. സുപ്രീം കോടതിയിൽ നിന്ന് കേന്ദ്ര സർക്കാരിനും BJPക്ക് അതിശക്തമായ തിരിച്ചടി ഉണ്ടാകുന്നു. വലിയ ചർച്ചയായി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ ചർച്ചയാവാൻ സാധ്യതയുള്ള വിജ്ഞാപനം പുറത്തു വരുന്നു. സ്വാഭാവികമായും ആ ചർച്ച ആകെ വിജ്ഞാപനത്തിലേക്ക് വരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതിനകത്ത് ഒരു ചെറിയൊരു വെട്ടുകൂടിയുണ്ട്. BJPയെ സംബന്ധിച്ച് കോൺഗ്രസിന് ഉത്തരേന്ത്യയിലൊക്കെ, കേരളത്തിൽ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ പോലെയല്ല, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ കോൺഗ്രസിന് വല്ലാതെ CAA എതിർക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ അടിത്തട്ടിൽ അതേ തരത്തിൽ ഇഫക്റ്റ് ഉണ്ടാവും എന്ന് പറയാനാവില്ല. കാരണം BJP പ്രധാനമായും ഉന്നയിക്കുന്നത് പാകിസ്ഥാനിലൊക്കെ പീഡനം നേരിടേണ്ടി വരുന്ന ഹിന്ദു വിഭാഗമില്ലേ, അവർക്ക് നമ്മുടെ നാട്ടിൽ എത്രയോ കാലമായി വന്ന് താമസിക്കുന്ന അവർക്ക് പൗരത്വം കൊടുക്കണ്ടേ എന്നുള്ളൊരു ചോദ്യമാണ് ഉന്നയിക്കുന്നത്. അല്ലാതെ മുസ്ലിമിന് കൊടുക്കുന്നില്ല എന്നുള്ളതെന്നോ അല്ലെങ്കിൽ ഇത് മതപരമായ പറയുമ്പോഴും വോട്ട് ബാങ്ക് അല്ലാത്തവരെ കോൺഗ്രസ് അവഗണിച്ചു. എല്ലാ വിമർശനങ്ങളും നേരെ കോൺഗ്രസിനെ, അതായത് കോൺഗ്രസിൽ നിന്ന് വിമർശനങ്ങൾക്ക് മറുപടി പറയുകയില്ല. ഇത് പറഞ്ഞതിനു ശേഷം നേരെ കോൺഗ്രസിനെ ലാക്കാക്കി എറിയുന്നുണ്ട്. അത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ വളരെ കൃത്യമായും കോൺഗ്രസിന് ഒരു പരിധിക്കപ്പുറം ഇതിനെ എതിർക്കാൻ കഴിയില്ല എന്നറിയാം. അപ്പോൾ കോൺഗ്രസിന് നേരെ BJP ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആയുധം എന്താണ്? മോദി കഴിഞ്ഞ ദിവസം അടക്കം പറഞ്ഞതാണ് കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ പ്രത്യേക ബഡ്ജറ്റ് വരും, ഹിന്ദുവിനൊരു ബഡ്ജറ്റ്, മുസ്ലിമിനൊരു ബഡ്ജറ്റ്. തൊട്ട് തലേന്ന് എനിക്ക് മുസ്ലിമിനോട് യാതൊരു വിരോധവുമില്ല, ഞാൻ അങ്ങനെ മനസ്സിൽ പോലും വന്നാൽ ഞാൻ പൊതുജീവിതത്തിൽ നിൽക്കാൻ യോഗ്യതന്നെയാണ്. അത് മാറ്റിക്കൊണ്ട് മറ്റൊരു രീതിയിലേക്ക് വാരണാസിയിലെ ഒരു 14% വരുന്ന മുസ്ലിം വോട്ട് കൂടി ലക്ഷ്യമിട്ട് വാരണാസിയിൽ അത് പറയുമ്പോൾ നേരെ ഉത്തർപ്രദേശിൽ വരുമ്പോൾ ഉത്തർപ്രദേശിൽ നിന്ന് മുസ്ലിം വോട്ട് BJP കിട്ടാനില്ല. അവിടെ കിട്ടാനുള്ളത് ഹിന്ദു വോട്ട് കിട്ടുന്ന SP-യുടെ വോട്ട് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഹിന്ദു വോട്ട്, അത് ഭിന്നിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അത് പരമാവധി BJP-യിലേക്ക് ക്രോഡീകരിക്കുക. അവിടെ വരുമ്പോഴേക്ക് വളരെ കൃത്യമായി തന്നെ പറയുന്നു CAA വിഷയം ഉന്നയിക്കുന്നു. ഇപ്പോൾ CAAക്ക് 14 പേർക്ക് പെട്ടെന്ന് തന്നെ ഒരു പൗരത്വം കൊടുക്കുന്നു, 300 പേർക്ക് പൗരത്വത്തിലേക്ക് എത്തുന്നു. അത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ പൗരത്വം കൊടുക്കുന്നത് ഈ ഒരു സമയത്ത് അരവിന്ദ് കെജ്രിവാൾ പുറത്തു വരുന്നു. ഈ 14 പേർക്ക് ആദ്യഘട്ടത്തിൽ പൗരത്വം നൽകിയിരിക്കുന്നു. അത് ഏതൊക്കെ സംസ്ഥാനങ്ങളാണ്? അത് രാജസ്ഥാനുണ്ട്, UP ഉണ്ട്, അസാമുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഇതിൽ ലക്ഷ്യമിടുന്നത് എന്താണ്? അത് ഈ അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പിൽ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവസാനത്തെ ആയുധവും എടുത്ത് പ്രയോഗിക്കുകയാണ് കേന്ദ്ര സർക്കാർ, BJP എന്നതുകൂടി. അത് തന്നെയാണ് വളരെ കൃത്യമായി ഈ സമയത്ത് അരവിന്ദ് കെജ്രിവാൾ പുറത്തു വരികയും
അദ്ദേഹം മറ്റൊരു മോദി ഇതുവരെ മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ മോദിയുടെ അജണ്ടയ്ക്കൊപ്പമായിരുന്നു മറ്റ് അജണ്ടകളെല്ലാം സഞ്ചരിച്ചിരുന്നെങ്കിൽ ആ പ്രധാനമായിട്ട് NDAയുടെ അജണ്ടയ്ക്ക് ബദലായി കെജ്രിവാൾ മറ്റൊരു അജണ്ട മുന്നോട്ട് വെക്കുന്നു, കെജ്രിവാളിൻ്റെ ഒരു ഗ്യാരണ്ടി മുന്നോട്ട് വെക്കുന്നു, മോദി വിരമിക്കില്ലേ എന്നുള്ള ചോദ്യം ചോദിക്കുന്നു. സ്വാഭാവികമായും അത്തരം ചർച്ചകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ അരവിന്ദ് കെജ്രിവാൾ മുന്നോട്ട് വെച്ച ഗ്യാരണ്ടികൾ എന്ന് പറഞ്ഞാൽ കുറെ കൂടി ജനപ്രിയമായ ഗ്യാരണ്ടികൾ, അടിസ്ഥാന ജനവിഭാഗവുമായി അവന്റെ വൈദ്യുതി ഉറപ്പാക്കുന്നു. അല്ല, മോദി ഈ ഗ്യാരണ്ടിക്കകത്ത് പറയുന്നുണ്ട് മോദിയുടെ ഗ്യാരണ്ടി നടപ്പാക്കി എന്നതിനുള്ള ഏറ്റവും അവസാനത്തെ ഉദാഹരണം ഇതാ CAA ആണ് എന്ന് പറയുന്നു. അതായത് ഇത് വെറുതെ പറയുന്നതല്ല, നടപ്പാക്കുന്ന ഗ്യാരണ്ടികളാണ് തൻ്റേത്. അതേത് തരത്തിലാണുള്ളത്, അതേത് തരത്തിലാണ് വോട്ട് ബാങ്കിനെ സ്വാധീനിക്കാൻ പോകുന്നത് എന്ന് വ്യക്തമാക്കി മനസ്സിലാക്കിക്കൊണ്ട് പറയുമ്പോൾ അത് കെജ്രിവാളിനോടുള്ള ഒരു മറുപടി കൂടി അതിനകത്തുണ്ടല്ലോ. അതിനകത്തൊരു വിഷയം, കെജ്രിവാളിനുള്ള മറുപടി അതാവാതെ അത് മോദിയുടെ ഇപ്പം പ്രധാനപ്പെട്ട BJP ലക്ഷ്യം എന്താണ്, ഈ ചർച്ചയിൽ നിന്ന് CAA കൊണ്ടുവരണം. മോദി ഗ്യാരണ്ടി വേഴ്സസ് കെജ്രിവാൾ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ കെജ്രിവാൾ മുന്നോട്ട് വെച്ചത് 24 മണിക്കൂർ വൈദ്യുതി, കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി, സാധാരണക്കാർക്ക് വൈദ്യുതി, അല്ലെങ്കിൽ ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം സർക്കാർ സ്കൂളുകളിൽ ലഭ്യമാക്കുന്നു, ഏറ്റവും സാധാരണക്കാരെ ആളുകൾ പോകുന്ന സർക്കാർ ആശുപത്രികൾക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ. കെജ്രിവാളിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കെജ്രിവാൾ ഞാൻ ഡൽഹിയിൽ ഇത് നടപ്പാക്കി. കെജ്രിവാൾ പറഞ്ഞ ഗ്യാരണ്ടികൾ ഒരു സംസ്ഥാനത്ത് അസാധ്യമെന്ന് വരുന്ന ഗ്യാരണ്ടികൾ സംസ്ഥാനത്ത് നടപ്പാക്കി. അടിസ്ഥാന ജനവിഭവവുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ഓരോ മനുഷ്യനും ജീവിതമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്നതാണ്. അവൻ്റെ മക്കൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിക്കണം, അവർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അവരുടെ മക്കൾക്കോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയ്ക്കോ അവർക്കോ അസുഖം വന്നു കഴിഞ്ഞാൽ അവർക്ക് സർക്കാർ ആശുപത്രികളിൽ നിന്ന് മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങൾ ലഭിക്കണം. 24 മണിക്കൂറും വൈദ്യുതി എന്നത് ഇപ്പോഴും ഉത്തരേന്ത്യയിൽ ഉത്തരേന്ത്യയിലെ ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളിലും അന്യമാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് 24 മണിക്കൂറും വൈദ്യുതി ലഭിക്കാൻ പോകുന്നു. ഇതെല്ലാം നാട് ഡൽഹിയിൽ നടപ്പാക്കിയ ഒരാളാണ് പറയുന്നത് ഞങ്ങൾ ഇന്ത്യ മുഴുവൻ നടപ്പാക്കുമെന്ന്. മറിച്ച് കേന്ദ്ര സർക്കാരിനോടോ മോദിയോടോ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഈ 3 കാര്യങ്ങളിലും അത്തരമൊരു നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ല, ഈ പറയുന്ന അജണ്ടകളിലൊന്നും ഈ അടിസ്ഥാന സൗകര്യപരമായ വികസനമോ അല്ലെങ്കിൽ ഈ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളോ അല്ല ഉയർത്തിപ്പിടിക്കുന്ന ഗ്യാരണ്ടി BJP എന്നുള്ളത് വ്യക്തമാണല്ലോ. പക്ഷേ അത് അയോധ്യ തൊട്ട് CAA വരെയുണ്ട്. അതെ, അയോധ്യ തൊട്ട് CAA വരെയുള്ള വിഷയങ്ങൾ അതിനകത്തുണ്ട്. എന്താണ് ജനങ്ങൾ ശ്രദ്ധിക്കുന്നത്, ഏതാണ് വോട്ടായി മാറുന്നത് എന്ന് BJPക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണയുണ്ട്. വോട്ടായി മാറുന്നത് എന്താണ് എന്നുള്ള ചോദ്യമുണ്ട്. പക്ഷേ വോട്ടായി മാറുന്നതിനകത്ത് ഇതുവരെ ഉണ്ടായിരുന്ന ആദ്യ 4 ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന കെജ്രിവാൾ പുറത്തിറങ്ങുന്നതിന് മുമ്പുണ്ടായിരുന്ന ഘട്ടത്തിൽ BJPക്ക് ഉണ്ടായിരുന്ന ഒരു മേൽക്കൈ ഇനി വരുന്ന ഘട്ടത്തിൽ ഉണ്ടാകുമോ എന്നും കെജ്രിവാൾ അജണ്ട നിശ്ചയിക്കുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ ആ അജണ്ടയിൽ നിന്ന് ശ്രദ്ധ മാറാൻ ഏറ്റവും നല്ലതെന്താണ് CAA പോലൊരു വിഷയമെടുക്കുക. CAA പോലും വിഷയമെടുത്താൽ കെജ്രിവാളിന് പോലും ഒരു പരിധിക്കപ്പുറത്തേക്ക് BJPയെ കടന്നാക്രമിക്കാൻ കഴിയില്ല. അവിടെ മോദി മനഃപൂർവ്വം ഇന്നലെ ഇങ്ങനൊരു പൗരത്വം വന്നെങ്കിലും ഇന്ത്യ മുന്നണി നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കുന്ന സമയത്താണ് സുപ്രീം കോടതി കേസ് പരിഗണിച്ച് നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൽ സുപ്രീം കോടതി ഒരു വിഷയം കാണുന്നു എന്നുള്ള അർത്ഥം. ആ കേസിൽ തീരുമാനമാവുന്നതിന് മുമ്പാണ് തിടുക്കത്തിൽ ഇങ്ങനെ പൗരത്വം നൽകുന്നത്. അത് വീണ്ടും ചർച്ചയാക്കി 237 ഹർജികളൊക്കെ നിൽക്കുക എന്ന് പറയുമ്പോൾ അതൊരു നിയമ പോരാട്ടം നടക്കുന്ന ഒരു വിഷയമാണ്. സ്വാഭാവികമായിട്ടും അതൊരു നിയമത്തിനെതിരായിട്ട് കൂടിയുള്ള അതിൻ്റെ ഒരു സ്വാഭാവിക വ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ള ഒരു നീക്കം കൂടി തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് നടത്തുന്നു എന്ന രീതിയിലുള്ള ഒരു വിമർശനം ഉന്നയിക്കപ്പെടും. അതിനെ ഒരു പരിധിവരെ അത് വിമർശനം എന്നതിനപ്പുറത്തേക്ക് നമുക്ക് ആ വിഷയത്തെ നമുക്ക് ഒരു പരിധിക്ക് ഗൗരവമായി കാണാൻ കഴിയില്ല. സുപ്രീം കോടതിയിൽ തീരുമാനം സുപ്രീം കോടതി പരിഗണിക്കുന്നു എന്ന് കരുതി അത് ധാർമ്മികത മാത്രമാണ്. സുപ്രീം കോടതി പരിഗണിക്കുന്നു കരുതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളിലേക്ക് നമുക്ക് പോകണം. അദ്ദേഹം ചോദിച്ചത് ഇങ്ങനെയാണ്, മോദിയാണ് നിങ്ങളുടെ മുഖം മൂടി അഴിച്ചത്, നിങ്ങൾ കാപട്യക്കാരാണ്, വർഗീയവാദികൾ, ഇതെല്ലാം പറയുന്നത് കോൺഗ്രസിനെതിരാണ്. 60 വർഷമായി വർഗീയ വിദ്വേഷത്തിന്റെ തീയിൽ രാജ്യത്തെ ഇട്ടവരാണ് നിങ്ങൾ. ഇത് മോദിയുടെ ഉറപ്പാണ്. നിങ്ങൾക്ക് CAA റദ്ദാക്കാനാവില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസംഗഡിൽ പറഞ്ഞത് എന്താണ്? അതാദ്യം കേൾക്കാം. और आपने देखा होगा कल ही CAA कानून के तहत शरणार्थियों को भारत की नागरिकता देने का काम शुरू हो गया. पहले लॉट को ऑलरेडी नागरिकता दी गई और ये सभी भाई बहन हिंदू है, सिख है, बौद्ध है, जैन है, पारसी है, ईसाई है और ये वो लोग हैं जो शरणार्थी बन करके लंबे अरसे से हमारे देश में रह रहे हैं. ये वो लोग हैं जो धर्म के आधार पर हुए भारत के बंटवारे का शिकार हुए थे. और मजा देखिए, ये महात्मा गांधी का नाम लेकर के सत्ता की सीढ़ियां तो चढ़ जाते हैं लेकिन महात्मा गांधी की बातों को याद नहीं रखते हैं. खुद महात्मा गांधी ने
भरोसा दिया था कि वो कभी भी भारत आ सकते हैं। 70 वर्षों में हजारों परिवार प्रताड़ना झेल करके अपनी बेटियों की इज्जत बचाने के लिए, अपना धर्म, अपनी संस्कृति, अपनी परंपरा को बचाने के लिए मजबूरन मुसीबत के मारे भारत मां की कोख में आकर के शरण लिया। लेकिन कांग्रेस ने इनकी कभी सूध नहीं ली, क्योंकि ये कांग्रेस के वोट बैंक नहीं थे। और ये लोग कौन है? ज्यादातर इसमें मेरे दलित भाई बहन है, मेरे ओबीसी समाज के भाई बहन है, मेरे पिछड़े भाई बहन है। और इसलिए इन पर वहां तो जुल्म हुआ ही हुआ, वोट बैंक की राजनीति में डूबे हुए यहां के कांग्रेस की सरकारों ने भी और उनके साथियों ने भी इन पर जुल्म करने में कोई कमी नहीं रखी। ഇതിന് നിയമപരമായിട്ടൊരു വശം നേരത്തെ പറഞ്ഞതുപോലെ അത് വെറും ഒരു വിമർശനം മാത്രമാണോ എന്നുള്ളതാണ്. CAA സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെടുന്ന ഹർജികളിൽ കേന്ദ്രത്തിന് കോടതി നോട്ടീസ് നൽകിയിരിക്കുന്ന ഒരു സമയമാണല്ലോ. ആ സമയത്ത് പൗരത്വ സർട്ടിഫിക്കറ്റ് നൽകുന്നത് നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്നുള്ളൊരു വാദം പോലും രാഷ്ട്രീയപരമായിട്ട് ഉയർന്നു വരുന്നില്ല എന്നാണോ? അപർണ, അങ്ങനെ ഒരു രാഷ്ട്രീയപരമായ വാദം ഉയരുന്നുണ്ട്. അതിലൊരു ധാർമ്മികതയുടെ വിഷയം കൂടി ഉണ്ടെന്ന് വെച്ചാൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയം, ആ വിഷയത്തിൽ ഒരു തീരുമാനം നടപ്പാക്കുക എന്ന് പറയുമ്പോൾ സുപ്രീം കോടതിയുടെ തീരുമാനത്തിന് കാത്തു നിൽക്കാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പക്ഷേ നിയമപരമായി സുപ്രീം കോടതി ഈ നിയമം നടപ്പാക്കുന്നതിന് ഏതെങ്കിലും തരത്തിൽ സ്റ്റേ നൽകുകയോ അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. സുപ്രീം കോടതി അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല. അതിൻ്റെ അർത്ഥം നിയമപരമായി ഈ നിയമം നടപ്പാക്കാം എന്നുള്ളത് തന്നെയാണ്. മറ്റതെല്ലാം ധാർമ്മിക വിഷയമാണ്. അത്തരം ധാർമ്മിക വിഷയങ്ങളൊന്നും ഈ തെരഞ്ഞെടുപ്പിന് ഘട്ടത്തിൽ ഇപ്പോഴെന്തിനാണ് പെട്ടെന്ന് കുറച്ച് പേർക്ക് പൗരത്വം നൽകുന്നത് ഈ വിഷയം ചർച്ച ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിലാണ്. ചില കേജ്രിവാൾ അടക്കം മുന്നോട്ട് വെച്ച ഇന്ത്യ മുന്നണിക്ക് മേൽക്കൈ ഉണ്ടാകാൻ സാധ്യതയുള്ള അജണ്ടകളെ മാറ്റിക്കൊണ്ട് ഹിന്ദു മുസ്ലിം എന്ന തരത്തിലേക്ക് CAA എന്ന് വരുമ്പോൾ അങ്ങനെയാണ് ചെറിയൊരു വിശകലനം ചോദിക്കുന്നത്. ഈ ഗത്യന്തരമില്ലാതാകുമ്പോൾ ബ്രഹ്മാസ്ത്രം എടുത്ത് പ്രയോഗിക്കേണ്ട ഒരു അവസ്ഥയൊക്കെയാണല്ലോ യുദ്ധത്തിൽ. അങ്ങനെ ഈ കേജ്രിവാളിന്റെ ഒരു വിഷയം വരുന്നു, വളരെ പെട്ടെന്ന് 5ാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ ഫേസ് മാറുന്നു. ഇത് ഒരു പക്ഷേ അത്ര പ്രതീക്ഷിക്കാതിരുന്നതായിരുന്നു, അതുകൊണ്ട് അപ്രതീക്ഷിതമായിട്ട് ഇതിലേക്ക് കടക്കേണ്ടി വന്നതാണോ കേന്ദ്ര സർക്കാർ? അങ്ങനെ പ്രതീക്ഷിക്കാതിരുന്നതാണ് എന്നൊന്നും നമുക്ക് പൂർണ്ണമായും പറയാൻ കഴിയില്ല. പക്ഷേ സാധാരണഗതിയിൽ ഇന്ത്യയിലെ നിയമവിദഗ്ധരടക്കം വിലയിരുത്തിയിരുന്നത് കേജ്രിവാളിന് ജാമ്യം കിട്ടാനുള്ള സാധ്യത ഇല്ല എന്നുള്ള മട്ടിൽ. അതായത് അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ 5ാം ഘട്ടത്തിൽ ഈ വിഷയത്തിലേക്ക് പെട്ടെന്ന് ചിലപ്പോൾ കടക്കാതിരിക്കുക. അത് സ്വാഭാവികമായിട്ട് ഒരു പാർട്ടി തന്ത്രങ്ങൾ എങ്ങനെയാണ് ആലോചിക്കുന്നത്, ഏത് തരത്തിലാണ് വേണ്ടതെന്ന് അറിയില്ല. പക്ഷേ കേജ്രിവാൾ വന്നാൽ ഇനി എന്ത് ചെയ്യും എന്നത് കൂടി BJP സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കണം. കോൺഗ്രസ് പോലെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയെ പോലെയൊന്നുമല്ല. അവർ വളരെ നേരത്തെ തന്നെ ABC പ്ലാൻ എല്ലാം തയ്യാറാക്കി തന്നെ നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അതനുസരിച്ച് തന്നെ ഓരോ ഘട്ടത്തിൽ എന്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വസ്ത്രം ഉപയോഗിച്ചാൽ ഏതൊക്കെ ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കണമെന്നൊക്കെ കൃത്യമായി അറിയുന്ന പാർട്ടി തന്നെയാണ്. അതുകൊണ്ട് അത് നമുക്ക് നേരത്തെ അവർ പെട്ടെന്ന് വന്നതുകൊണ്ട് പെടുന്നതിനെ എടുത്ത് ഉപയോഗിച്ചാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. എന്നുവെച്ചാൽ അവരുടെ എല്ലാ കാലത്തും ഈ തന്ത്രങ്ങളെല്ലാം വളരെ കൃത്യമായി ആലോചിച്ച് ചെയ്യുന്ന ഒരു പാർട്ടി തന്നെയാണ്. ഇത് പെട്ടെന്ന് ഇവർക്ക് വന്നത് കേജ്രിവാൾ പുറത്തു വരുന്നു, മറ്റൊരു അജണ്ടയിലേക്ക് ചർച്ചയിലേക്ക് വരുന്നു. ഇന്ത്യ ആകമാനം അത്തരം ഒരു ചർച്ച വെച്ചാൽ നിഷ്പക്ഷ വോട്ടർമാർ ഇവ കേജ്രിവാളിന്റെ പാർട്ടിക്ക് എന്ത് സ്വാധീനമുണ്ട് എന്നുള്ളതല്ല വിഷയം. കേജ്രിവാളിനെ പോലൊരു നേതാവിനെ, അഴിമതി വിരുദ്ധ പോരാട്ടമൊക്കെ നയിച്ചൊരു നേതാവിനെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പിടിച്ച് ജയിലിലിടുമ്പോൾ സ്വാഭാവികമായും ആളുകളുടെ മനസ്സിൽ സംശയമുണ്ട്, കേജ്രിവാളിനെ ഭയപ്പെടുന്നു എന്നുള്ളൊരു സംശയം വരുന്നു. കേജ്രിവാൾ പെട്ടെന്ന് തിരിച്ചു വന്നിട്ട് ചില കാര്യങ്ങൾ പറയുന്നത് ഏറ്റവും അടിസ്ഥാന ജനവിഭാഗത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ്. അപ്പോൾ അത് നടക്കാത്തൊരു കാര്യമാണ് എന്ന് പറയാൻ ഒരുത്തർ കഴിയില്ല. പെട്ടെന്ന് പറയുന്നത് ഞാൻ ഡൽഹിയിൽ നടപ്പാക്കി കാണിച്ചു, പഞ്ചാബിൽ നടപ്പാക്കി കാണിച്ചു, അതേ ആവശ്യമാണ് പറയുന്നത്. മറ്റൊന്നുകൂടി ഉന്നയിക്കുന്നത്, ഇതുവരെയും BJP-ക്കാർക്ക് പോലും ഇല്ലാത്തൊരു സംശയമാണ് ഈ BJP ജയിച്ചാൽ ആരാവും പ്രധാനമന്ത്രി എന്നുള്ള. സാധാരണ ആർക്കും ഇനി ഇന്ത്യ മുന്നണിയിലും ആർക്കും അങ്ങനെ സംശയമില്ല. പക്ഷേ കേജ്രിവാൾ പറയുന്നു 75 വയസ്സിൽ വിരമിച്ച അദ്വാനി എങ്ങനെയാണോ 75 വയസ്സിൽ വിരമിപ്പിക്കാൻ മോദി മുൻകൈ എടുത്തത്, മുരളി മനോഹർ ജോഷി 75 വയസ്സിൽ വിരമിക്കാൻ എങ്ങനെയാണോ മോദി മുൻകൈ എടുത്തത്, സമാനമായ മാനദണ്ഡം ഇതെല്ലാം പ്രതിരോധിക്കാനുള്ള ഒരു തീരുമാനം കൂടെ മാത്രമാണോ എന്നുള്ളതിന് അപ്പുറത്തേക്ക് നമ്മളിപ്പോൾ ഇന്ന് പശ്ചിമ ബംഗാളൊക്കെ എടുക്കുന്നുണ്ട്. പശ്ചിമ ബംഗാളിലൊക്കെ വിവിധ കുടിയേറ്റ വിഭാഗങ്ങളെയൊക്കെ സ്വാധീനിക്കുന്ന ഒരു കാര്യം കൂടിയാണ് CAA പ്രാബല്യത്തിൽ വരുമ്പോൾ. അങ്ങനെ ആ രീതിയിൽ ബംഗാളിനെ പോലും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ചില നീക്കങ്ങൾ CAA പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി പ്രാബല്യത്തിലാക്കുന്നതോടുകൂടി BJP ലക്ഷ്യമിടുന്നു. പ്രധാന വിഷയം ഈ ദക്ഷിണേന്ത്യ സംബന്ധിച്ചാണ് CAA ചർച്ച വരുന്നതെങ്കിൽ
ദക്ഷിണേന്ത്യയിൽ അങ്ങനെ ഈ പറയുന്നത് പോലെ CAA ചർച്ചയാകുമ്പോൾ അത് BJP ഗുണകരമാവണമെന്നില്ല, BJP ദോഷകരമായി ബാധിക്കാൻ സാധ്യത ഏറെയുണ്ട്. പക്ഷേ ഉത്തരേന്ത്യയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ബംഗാളിനെ സംബന്ധിച്ചോ CAA ചർച്ചയാവുകയാണെങ്കിൽ വളരെ കൃത്യമായി തന്നെ നമുക്ക് പറയാൻ കഴിയും CAA എത്രത്തോളം ചർച്ചയാവുന്നു അതിൻ്റെ നേട്ടം ഉണ്ടാകാൻ പോകുന്നത് BJPക്കാണ്. BJPയുടെ രാഷ്ട്രീയം അവിടുത്തെ രാഷ്ട്രീയത്തിൽ ഒരു ഹിന്ദു ഐക്യത്തിലേക്ക് കൊണ്ടുവരാനോ അല്ലെങ്കിൽ ആ തരത്തിലേക്കോ ദക്ഷിണേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് പൂർത്തിയായ ശേഷമാണ് CAA പൗരത്വം കൊടുക്കുന്നത് എന്നുകൂടി ആലോചിക്കണം. ഇത് BJP വളരെ കൃത്യമായി പ്ലാൻഡ് ആയിട്ട് ചെയ്തൊരു സാധനം തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, പെട്ടെന്ന് വന്നതുകൊണ്ട് മാത്രമാണ്. നമുക്ക് അതിന്റെ വിശകലനങ്ങളിലേക്ക് കൂടെ കടക്കണം. വളരെ പെട്ടെന്ന് ഒരു ചെറിയ ടൈം ബ്രേക്ക് ഉള്ളത്, ഇടവേളയ്ക്ക് ശേഷം. Political Grand Finale, co-presented by Berger Paints, 100 years of trust. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, ലക്ഷ്യ. Join Indian Institute of Commerce, ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. And Jain deemed to be University, Kochi. Be the change, be the future, with Jain deemed to be University, Kochi. Political Grand Finale, co-presented by Berger Paints, 100 years of trust. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, ലക്ഷ്യ. Join Indian Institute of Commerce, ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. And Jain deemed to be University, Kochi. Be the change, be the future, with Jain deemed to be University, Kochi. വോട്ടെടുപ്പ് 5ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആവനാഴിയിലെ അവസാനത്തെ ആയുധമായ CAA കൂടി എടുത്ത് പ്രയോഗിച്ചുകൊണ്ട് BJPയും പ്രസ്താവനകളുമായി നരേന്ദ്രമോദിയും പ്രതിപക്ഷത്തെ നേരിടുന്നത് അതിരൂക്ഷമായ വിമർശനങ്ങളോടുകൂടി. ഏത് തരത്തിലാണ് പ്രചാരണത്തിന് ഇത് സ്വാധീനിക്കുക? 5ാം ഘട്ടത്തിൽ ആ സംസ്ഥാനങ്ങളിൽ ഏത് തരത്തിലായിരിക്കും CAA വോട്ട് ബാങ്കിനെ സ്വാധീനിക്കുക എന്നുള്ള വിശകലനങ്ങൾ കൂടിയായി നമുക്കൊപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ GN ഗോപകുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ GN ഗോപകുമാർ, ഇങ്ങനെ വളരെ പെട്ടെന്ന് ഒരു പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുക, അത് പ്രാബല്യത്തിൽ കൊണ്ടുവരിക, ഈ വടക്ക് സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്ന ആ തെരഞ്ഞെടുപ്പ് തന്നെയാണോ, അത് തന്നെയാണ് അല്ല അതൊരു ഇലക്ഷൻ സ്റ്റണ്ടാണ് എന്ന് തന്നെ വേണ്ടേ വിലയിരുത്താൻ? ഇതിനോടൊപ്പം ചോദിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ കുറച്ച് പേർക്ക് പൗരത്വ നൽകി സർട്ടിഫിക്കറ്റ് നൽകുന്നു. അതൊരു തെരഞ്ഞെടുപ്പ് കണ്ടുള്ള ഒരു ലക്ഷ്യത്തിലൂടെ തന്ത്രമാണെന്ന് കണക്കാക്കാം. പക്ഷേ ഈ രാജ്യത്ത് പൗരത്വ രജിസ്റ്റർ അടക്കം പൂർണ്ണമായും നടപ്പാകാതെ നിൽക്കുന്ന ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് പ്രായോഗികമായി ഈ ഒരു പദ്ധതിയുമായി ഈ സർക്കാരിന് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും? അതുകൂടി ഒരു പ്രധാനപ്പെട്ട വിഷയമല്ലേ? പൗരത്വ നിയമ ഭേദഗതി 2018 തന്നെ രാഷ്ട്രപതി ഒപ്പുവെച്ചതാണ്. പാർലമെന്റ് പാസ്സാക്കിയൊരു നിയമം എന്നുള്ള നിലയിൽ അത് അപ്പോൾ തന്നെ നടപ്പിലാക്കി കഴിഞ്ഞു. അതല്ലെങ്കിൽ കോടതിയിൽ നിന്നൊരു സ്റ്റേ വരണമായിരുന്നു. കോടതിയിൽ നിന്ന് സ്റ്റേ വരാത്തിടത്തോളം കാലം പൗരത്വ നിയമ ഭേദഗതി നിയമമായി കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. പരാതികളും ആക്ഷേപങ്ങളും അവിടെ ഉണ്ടെങ്കിലും അത് നിയമപരമായി അതിന് യാതൊരു തടസ്സവുമില്ല. അപ്പം ആ നിലയ്ക്ക് ആ നിയമം വളരെ നേരത്തെ തന്നെ നടപ്പിലായി കഴിഞ്ഞു. ബലത്തിൽ അത് പൗരത്വ സർട്ടിഫിക്കറ്റുകൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കുന്ന ഔപചാരികമായ ചടങ്ങുകൾ ആരംഭിച്ചത് കഴിഞ്ഞ ദിവസമായി. അതിന്റെ പിന്നിൽ രാഷ്ട്രീയം തീർച്ചയായിട്ടും കാണും. കാരണം ഈ നിയമത്തിന്റെ പിറകിൽ ഉദ്ദേശിച്ച ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. രാജ്യത്തിന്റെ പുറത്തു നിന്നും അതേസമയം ഇന്ത്യക്കാരായ ന്യൂനപക്ഷങ്ങൾക്ക് തിരിച്ചു വരാൻ, മറ്റു രാജ്യങ്ങളിൽ ന്യൂനപക്ഷങ്ങളായി നിൽക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവസരം കൊടുക്കുന്ന ഒരു നിയമമാണ്. അപ്പം അതിന്റെ ഔപചാരികമായ ചടങ്ങ് ഇന്നലെ കൊടുത്തപ്പോൾ ആദ്യത്തെ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു എന്ന് പറയുമ്പോൾ അതൊരു മാറ്റം തന്നെയാണ് കൊണ്ടുവരുന്നത്. അതിന്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ അത് നിയമം എന്നുള്ളതിൽ നേരത്തെ നടപ്പിലായി കഴിഞ്ഞു എന്നുള്ളൊരു വസ്തുതയാണ്. നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ, നീണ്ടകാലം നടന്ന സമരങ്ങളും പ്രക്ഷോഭങ്ങളും എല്ലാം അവിടെ നിൽക്കുമ്പോഴും അത് നടപ്പിലാക്കി കഴിഞ്ഞൊരു നിയമമാണ്. കോടതി അതിന് സ്റ്റേ നൽകിയിട്ടുമില്ല. പിന്നെ ഇത് മറ്റൊരു ചോദ്യം ഉദിക്കുന്നത്,
ഈ ഭേദഗതി ജനങ്ങളെ തമ്മിലെടുപ്പിക്കുന്നതാണോ മതപരമായ സ്പർദ്ധ ഉണ്ടാക്കുന്നതാണോ എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ചും വാസ്തവത്തിൽ യഥാർത്ഥത്തിലുള്ളൊരു ചർച്ച ഈ രാജ്യത്ത് നടന്നിട്ടില്ല. ഭൂമിശാസ്ത്രപരമായും ചരിത്രപരമായും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വളരെ ബന്ധപ്പെട്ട് കിടന്ന ഒരു മേഖലയാണ് പഴയ അഫ്ഗാനിസ്ഥാൻ, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുണ്ടായ പാകിസ്ഥാൻ, അതേപോലെ പിൽക്കാലത്തുണ്ടായ ബംഗ്ലാദേശ്. ഇത്തരം മേഖലയിൽ നിന്നുള്ള ആൾക്കാർക്ക് അവർ ആ രാജ്യത്ത് നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നു എന്നുള്ളൊരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ രാജ്യത്തിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നത്. അവരാ രാജ്യങ്ങളിൽ ന്യൂനപക്ഷവുമാണ്. അപ്പോൾ അവിടെ അതിൻ്റെ കെടുതികളും പീഡനങ്ങളും അനുഭവിക്കുന്നത് കൊണ്ടാണ് അവർ ഇങ്ങോട്ട് വരാൻ താല്പര്യം കാണിച്ചത്. അതിനെ ഒരു കട്ട് ഓഫ് പോയിന്റ് വെച്ച് 2014 ഒരു കട്ട് ഓഫ് പോയിന്റ് വെച്ച് ആ നിയമം നടപ്പിലാക്കുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള അപേക്ഷകൾ ഒരുപാട് കെട്ടിക്കിടക്കുന്നുണ്ടാവും. നമ്മൾ ആലോചിക്കേണ്ടത്, നിയമവിരുദ്ധമായി ലക്ഷക്കണക്കിന് ആൾക്കാർ ബംഗ്ലാദേശിൽ നിന്നും മറ്റ് മേഖലകളിൽ നിന്നൊക്കെ ഇന്ത്യയിൽ നുഴഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്നിട്ടുണ്ട്. അത് ചെറിയ രീതിയിലെങ്കിലും ഇപ്പോഴും നടപ്പിലുണ്ട്. അത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ളവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നന്നായിട്ടറിയാം. പക്ഷെ ഇതിനെ മതപരമായി ഇന്റർപ്രറ്റ് ചെയ്യുന്നതിലാണ് അപകടമുള്ളത്. അങ്ങനെ മതപരമായി കാണുന്നതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നില്ല. കാരണം വിദേശ രാജ്യത്ത് നിന്ന് നമ്മുടെ രാജ്യത്തിലേക്ക് അഭയാർത്ഥികളായിട്ട് വരുന്നവർ ആരാകണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഒരു രാജ്യത്തിന്റെ ഗവൺമെന്റിന് തന്നെയാണ്. അതിലെന്താണ് മതമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, ശ്രീ ഗോപകുമാർ, ഇതിലിപ്പോൾ കോൺഗ്രസ് ഏത് തരത്തിലുള്ള വിമർശനങ്ങൾ സ്വാഭാവികം. കോൺഗ്രസ് എങ്ങനെയാണ് അതിൽ പ്രതിരോധിക്കുന്നത്? ഈ വിഷയത്തിനകത്ത് സർക്കാരിനെ, BJP-യെ, പ്രത്യേകിച്ച് ഈ പ്രചാരണ വേദികളിൽ എന്നൊക്കെയുള്ളൊരു വിഷയമുണ്ട്. അതിൽ ഈ അധികാരത്തിൽ എത്തിയാൽ CAA റദ്ദാക്കുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറയാത്തൊരു സാഹചര്യമുണ്ട്. അത് കോൺഗ്രസിനെ ഒന്ന് വെട്ടിലാക്കുന്നുണ്ടോ? ആ രീതിയിൽ കാണുന്നുണ്ടോ നിങ്ങൾ? കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ CAA നിയമം അഥവാ പൗരത്വ ഭേദഗതി നിയമം നിരോധിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ പൊതുവേദികളിലെല്ലാം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഈ നിയമ ഭേദഗതി ഇല്ലാതാക്കും, അത് നശിപ്പിക്കുമെന്ന് പറയുന്നുമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് മാനിഫെസ്റ്റോയിൽ പറയാത്തതും എന്നാൽ പൊതുവേദികളിൽ ഈ നിയമത്തെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇല്ലാതാക്കുമെന്ന് പറയുന്നത്? അതിന് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട കാരണം, ഈ നിയമം ഭേദഗതി വന്നപ്പോൾ രാജ്യത്തുണ്ടായ വിവാദം അത് ഒരു ധ്രുവീകരണ രീതിയിലേക്ക് എത്തുമെന്ന് നമ്മൾ സംശയിച്ചു. കുറച്ച് പരിധിവരെ അത് എത്തുകയും ചെയ്തു. പക്ഷെ അതിന്റെ ചൂടാറിയെങ്കിലും ഉത്തരേന്ത്യയിൽ ഈ നിയമത്തെ ഞങ്ങൾ നശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അവിടെ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ പ്രകടന പത്രികയിൽ ഇതിനെക്കുറിച്ച് കോൺഗ്രസ് ഒന്നും പറയാത്തത്. പക്ഷെ അധികാരത്തിൽ വന്നാൽ തീർച്ചയായിട്ടും കോൺഗ്രസ് ഈ CAA നിയമം റദ്ദാക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ട്. ശരി, അപ്പോൾ കോൺഗ്രസിന്റെ പോലെ അവർ ശരിയായി അങ്ങനെ പറയുന്നില്ലെങ്കിലും ഈ ഭരണഘടന ഇത്തരം ഭേദഗതികൾ മാറ്റുമെന്ന തരത്തിലേക്കുള്ള പ്രസ്താവനകൾ കോൺഗ്രസും പറയുന്നുണ്ട്. അത് ആ തരത്തിൽ തന്നെ ആവാൻ തന്നെയാണ് കൂടുതൽ സാധ്യതയുള്ളത്. എന്നാൽ നമുക്കിനി മറ്റ് വിഷയങ്ങളിലേക്ക് കൂടി, മറ്റ് 5ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് കൂടിയൊക്കെ പോകേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയിലേക്ക്. കൃത്യമായ പ്രാക്ടീസ്. അഞ്ചാം ഘട്ട പ്രചാരണത്തിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ പൂർണ്ണ സാന്നിധ്യം കടക്കുമ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഉത്തർപ്രദേശിലേക്കും പശ്ചിമ ബംഗാളിലേക്കുമാണ്. പശ്ചിമ ബംഗാളിലെ 7 ലോക്സഭാ മണ്ഡലങ്ങളാണ് മെയ് 20 വോട്ടെടുപ്പിലേക്ക് കടക്കുന്നത്. അത് പ്രധാനമായും ആരാംബാഗ്, ബംഗാവോൺ, ബാരക്പൂർ, ഹൂഗ്ലി, ഹൗറ, ശ്രീറാംപൂർ, ഉലുബേരിയ എന്നീ 7 മണ്ഡലങ്ങളാണ് നടക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളെല്ലാം ബംഗാളിലെ വ്യവസായ മേഖലയുടെ ആ ഒരു ബെൽറ്റിലാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് എടുക്കേണ്ടത്. ഏത് തരത്തിലാണ് 7 മണ്ഡലങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ഒരു പക്ഷേ ഹൗറ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇതിന് ഉള്ള ഒരു പ്രാധാന്യം അതേത് തരത്തിലായിരിക്കും? തൃണമൂൽ കോൺഗ്രസിന് തന്നെ ഒരു ആധിപത്യം ഉള്ള മണ്ഡലങ്ങൾ തന്നെയാണ് അതിനകത്ത് കൂടുതലുള്ളത് എന്ന് തന്നെ വേണ്ടി വിലയിരുത്താൻ.
അപർണ, ഈ മണ്ഡലങ്ങളിലൊക്കെ തന്നെ അവിടെ ബംഗാൾ യഥാർത്ഥത്തിൽ ത്രികോണ പോരാട്ടമാണ് ആകെ നടക്കുന്നതെന്നൊക്കെ പറയുമ്പോഴും പല സ്ഥലങ്ങളിലും അങ്ങനെ ഇതുവരെയുള്ള കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ത്രികോണ പോരാട്ടം എന്ന് പറയാൻ കഴിയില്ല. കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ കണക്ക് നോക്കുമ്പോഴേക്കും പല മണ്ഡലങ്ങളിലും നടക്കുന്നത് ത്രികോണ പോരാട്ടമല്ല, തൃണമൂൽ കോൺഗ്രസും BJP തമ്മിലുള്ള ഒരു മത്സരം എന്ന തരത്തിലേക്കൊക്കെ പറയേണ്ടി വരും. കോൺഗ്രസിനായാലും ഒരു കാലത്ത് ബംഗാളിലെ ഏറ്റവും വലിയ ശക്തിയായിരുന്ന CPM-നായാലും വല്ലാതെ ശക്തി ശോഷിച്ച് അല്ലെങ്കിൽ വല്ലാതെ ക്ഷയിച്ചു പോകുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തി. ഇപ്പോൾ 7-8% മാത്രമായി വോട്ട് അല്ലെങ്കിൽ അതിലും താഴെ വോട്ടിംഗ് ശതമാനത്തിലേക്കൊക്കെ CPM എത്തുന്ന അവസ്ഥയെത്തി. ഇക്കുറി CPM-ഉം കോൺഗ്രസും സീറ്റ് ധാരണയിൽ മുന്നണി പോലെ തന്നെയാണ് മത്സരിക്കുന്നത്. പുറമേക്ക് മുന്നണി എന്ന് പറയുന്നില്ലെങ്കിൽ അവർ സീറ്റ് ധാരണയിലാണ് മത്സരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ മണ്ഡലങ്ങളൊക്കെ ഉള്ളതിൽ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകിച്ച് മലയാളിക്കൊക്കെ ശ്രദ്ധിക്കാൻ താല്പര്യമുള്ള ഒരു മണ്ഡലം ഹൗറ മണ്ഡലത്തിലാണ്. ഹൗറ മണ്ഡലത്തിലാണ് അവിടെ ത്രികോണ മത്സരം എന്ന് പറയാവുന്ന ഒരു മണ്ഡലം കൂടി. പക്ഷേ തൃണമൂൽ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രവുമാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ പരമ്പരാഗതമായി തന്നെ നേരത്തെ തന്നെ അത് CPM ശക്തി കേന്ദ്രമല്ല. CPM-ഉം തൃണമൂൽ കോൺഗ്രസും ഒക്കെ മാറി മാറി ജയിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടുത്തെ ഒരു സാധ്യത, ത്രികോണ മത്സരത്തിന് സാധ്യത CPM-നോടൊപ്പം തന്നെ കോൺഗ്രസിന് കൂടി ശക്തിയുള്ള സ്ഥലമാണ് ഹൗറ എന്ന് പറയുന്നത്. ഈ ഹൗറയിൽ ആകെ ബംഗാളികൾ മാത്രമല്ല, ബംഗാളിന്റെ പുറത്തുനിന്ന് ബംഗാളി സംസാരിക്കാത്ത ഒരുപാട് പേർ, ഏകദേശം 5-1 പേർ ബംഗാളി സംസാരിക്കാത്ത അല്ലെങ്കിൽ ബംഗാളികളല്ലാത്ത മറ്റ് ഇവിടെ നിന്ന് ബീഹാറിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും രാജസ്ഥാനിൽ വന്ന് അവിടെ താമസിക്കുന്നത് വ്യവസായ നഗരമാണ്. ഈ വ്യവസായ നഗരങ്ങൾക്ക് ഇപ്പോൾ കേരളത്തിൽ എങ്ങനെയാണോ മറ്റ് സംസ്ഥാനങ്ങളിൽ വരുന്ന പോലെ ഒരു കാലത്ത് ബംഗാളിലെ വ്യവസായ സ്ഥാനങ്ങളിലൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വന്ന് ജോലി ചെയ്തിരുന്നു. അവരവിടെ ജീവിക്കുന്ന അങ്ങനത്തെ ഒരാളുകൾ കൂടിയുണ്ട്. BJP-യുടെ പ്രതീക്ഷ അതിലാണ് ഏറ്റവും വലിയ പ്രതീക്ഷ നിൽക്കുന്നത്. ഈ ഹൗറയിൽ മത്സരിക്കുന്ന ഏറ്റവും തൃണമൂൽ കോൺഗ്രസിന്റെ 2ാമത്തെ MP എന്ന് പറയുന്നത് പ്രസൂൻ ബാനർജിയാണ്. പ്രസൂൻ ബാനർജി ഒരു തരത്തിൽ പറഞ്ഞാൽ രാഷ്ട്രീയക്കാരൻ എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യൻ ഫുട്ബോളർ എന്ന രീതിയിലൊക്കെ ഇന്ത്യ ആകെ അറിയപ്പെടുന്ന ആൾക്ക് കൂടിയാണ്. പ്രസൂൻ ബാനർജിയുടെ ആരാധനമുത്താണ് എൻ്റെ കൂടെ കേരളത്തിൽ ഡൽഹിയിൽ വർക്ക് ചെയ്ത പ്രസൂന്, എൻ്റെ അച്ഛൻ പ്രസൂൻ എന്ന പേര് പ്രസൂന് നൽകുന്നത് തന്നെ. പ്രസൂൻ ബാനർജി ഒരു കാലത്ത് മോഹൻ ബഗാന്റെ വലിയ കളിക്കാരനായിരുന്നു. ഇന്ത്യക്ക് വേണ്ടി 100-ലധികം അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ്. ബ്രസീലിനെതിരെയൊക്കെ കളിച്ചിട്ടുള്ള ആളാണ്. മിഡ്ഫീൽഡ് ജനറൽ എന്ന രീതിയിലൊക്കെ തന്നെ മിഡ്ഫീൽഡ് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടൊക്കെ നിന്ന് അന്ന് ഒരു വലിയ ആവേശമൊക്കെ ഉണ്ടായിരുന്ന ആളായിരുന്നു അദ്ദേഹം. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു പ്രൊഫഷണൽ ഫുട്ബോളർ ഇന്ത്യൻ പാർലമെന്റിലെ ലോക്സഭയിൽ അംഗമാകുന്നത് പ്രസൂൻ ബാനർജിയാണ്. മമതാ ബാനർജി ഈ വന്നപ്പോൾ രാഷ്ട്രീയം പിടിക്കാൻ വേണ്ടി കൃത്യമായി ചെയ്തൊരു അജണ്ട, അതുവരെ എങ്ങനെയാണോ CPM അവിടെ ബംഗാളിൽ സാംസ്കാരിക നായകരെ, കായിക താരങ്ങളെ, അങ്ങനെ സമൂഹത്തിന്റെ വ്യത്യസ്ത ധാരകളിൽ നിന്നുള്ള കേരളത്തിലായാലും നമുക്കറിയാമല്ലോ അങ്ങനെയൊക്കെ മത്സരിപ്പിക്കുന്നത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അതിനൊരു ലിസ്റ്റ് നോക്കുമ്പോൾ വളരെ കൗതുകകരമാണ്. 19 സ്ഥാനാർത്ഥികൾ, പ്രസൂൺ ബാനർജി മുതൽ സുബ്ര ഘോഷ് വരെ 19 സ്ഥാനാർത്ഥികൾ ഹൗറ സീറ്റിൽ മത്സരിക്കും. ഇത്തവണ ഈ പ്രസൂൺ ബാനർജി തന്നെയാണ് വീണ്ടും മത്സരിക്കുന്നത്. ആദ്യം 2013 ഉപതെരഞ്ഞെടുപ്പിലാണ് പ്രസൂൺ ബാനർജി അന്ന് ശ്രീദീപ് ഭട്ടാചാര്യ, CPM-ന്റെ ശ്രീദീപ് ഭട്ടാചാര്യ 27,000 വോട്ട് മാത്രമാണ് അന്ന് പരാജയപ്പെടുന്നത്. അതിന് മുമ്പും തൃണമൂലിന്റെ സീറ്റ് തന്നെയായിരുന്നു. 2013 മുമ്പ് 2009 അത് തൃണമൂലിന്റെ സീറ്റായിരുന്നു. അവിടെ തൃണമൂലിന്റെ ശക്തി പ്രാപിച്ച സമയത്ത് തന്നെ തൃണമൂലിന് സീറ്റ് കിട്ടിയ ഒരു സ്ഥലം കൂടിയാണ് ഹൗറ എന്ന് പറയുന്നത്. അവിടെ പ്രസൂൻ ഭട്ടാചാര്യയുടെ മത്സരത്തിന് പ്രത്യേകിച്ച് ഈ സ്ഥാനാർത്ഥിക പ്രാധാന്യത്തിനൊപ്പം തന്നെ മറ്റൊരു തൃണമൂലിനുള്ളിൽ ഒരു വലിയ പ്രാധാന്യം കൂടിയുണ്ട്. തൃണമൂലിനുള്ളിൽ മമതാ ബാനർജിയും പാർട്ടിക്കുള്ളിൽ ചില തർക്കങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. ആ പാർട്ടിക്കുള്ളിലെ തർക്കങ്ങളൊക്കെ പ്രധാനമായും മമതാ ബാനർജിയുടെ സവൻ ബാനർജി ഉണ്ടല്ലോ, ബബുൻ എന്ന് പറയുന്ന സഹോദരൻ. അപ്പോൾ പുള്ളിക്കാരന് വലിയ താല്പര്യമുണ്ടായിരുന്ന മണ്ഡലമാണ്. അദ്ദേഹം ഞാനിവിടെ സ്വതന്ത്രനായി മത്സരിക്കുമെന്നൊക്കെ പ്രസ്താവനയൊക്കെ ഇറക്കി. മമതയുടെ അടുത്ത് വിമത പ്രവർത്തനം കാണിച്ചാൽ മമത അന്തരം തന്നെ അവസാനം പറഞ്ഞത് ഇനി എവിടെയും എൻ്റെ സഹോദരൻ എന്ന് പറയരുത് എന്നടക്കം മമതാ ബാനർജി പറയുകയും ഒക്കെ ചെയ്ത സ്ഥലമാണ്. ആ പ്രസൂൻ ബാനർജി ഒരു ഭാഗത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ, വീണ്ടും മത്സരിക്കാൻ നിൽക്കുന്നതുകൊണ്ട് തന്നെ ആ മണ്ഡലത്തിനൊരു വലിയ പ്രത്യേകതയുണ്ട്. അവിടെ എതിര് നിൽക്കുന്നത് CPM-ന് സബ്യസാചി ചാറ്റർജിയാണ്. CPM-ന്റെയും കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് സബ്യസാചി ചാറ്റർജിയാണ്. BJP അവിടെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് രതിൻ ചക്രവർത്തിയാണ്. രതിൻ ചക്രവർത്തി പഴയ TMC-യുടെ നേതാവാണ്, തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവാണ്. പ്രത്യേകിച്ച് ഹൗറ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ചെയർമാനൊക്കെ ആയിരുന്ന ആളാണ്. BJP പ്രധാനമായും കാണുന്നത് ഈ 20% വരുന്ന മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് അവിടെ എത്തിയ ആളുകളുടെ വോട്ട്. ഇത്തവണത്തെ ഈ പറഞ്ഞ 7 മണ്ഡലങ്ങളിൽ എടുക്കുമ്പോൾ നമ്മൾ ഈ ഹൗറ ചിത്രം നമുക്ക് വ്യക്തമാണ്, വളരെ പ്രാമുഖ്യമുള്ള മണ്ഡലം എന്നുള്ള. മറ്റൊരു മണ്ഡലങ്ങൾ എടുക്കുമ്പോഴും BJP-ക്ക് സ്വാധീനമുള്ള മണ്ഡലങ്ങൾ അതിനകത്തുണ്ട്. അതായത് TMC എന്നുള്ളതിനപ്പുറത്തേക്ക് ഇപ്പം ബംഗോണൊക്കെ എടുക്കുമ്പോൾ അതിനകത്തൊക്കെ അത് ദീർഘകാലമായിട്ട് ആദ്യം CPM-ന്റെ സ്വാധീനമായിരുന്ന മണ്ഡലം, അതിനുശേഷം TMC പിടിച്ചടക്കിയ മണ്ഡലം, പിന്നീട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ
BJP വിജയം നേടിയ BJP മണ്ഡലങ്ങളൊക്കെ ഈ ഉണ്ട്. ഘട്ടത്തിൽ അത് വരുന്നത് ബംഗാളിനെ BJP കുറിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ഘട്ടത്തിൽ രണ്ടാമത്തെ പാർട്ടി, ഒന്നാമത്തെ പാർട്ടി തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിൽ രണ്ടാമത്തെ പാർട്ടി BJP തന്നെയാണ് അവിടെ. അത് ഈ മണ്ഡലങ്ങൾ, ഈ ഹൗറയ്ക്ക് അപ്പുറത്തേക്ക് മറ്റു മണ്ഡലങ്ങളൊന്നും തന്നെ അങ്ങനെ CPM ഓ കോൺഗ്രസോ ഏതെങ്കിലും തരത്തിലൊരു വലിയ വെല്ലുവിളിയൊന്നും ഉയർത്തുന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ചില മണ്ഡലങ്ങൾ ഇപ്പം ആറാം ഭാഗം എടുക്കുമ്പോൾ അത് TMCയുടെ ഒരു TMC 2014 TMC ആധിപത്യം നേടുന്നത്. 80 മുതൽ 2014 വരെ ഇടതുപക്ഷത്തിൻ്റെ കുത്തകയായിരുന്ന മണ്ഡലം. അത് പക്ഷെ ഇത്തവണ കഴിഞ്ഞ തവണ 2019 എടുക്കുമ്പോൾ BJPയുടെ എതിരാളിയെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത് വെറും 1142 വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ്. അതായത് തൃണമൂൽ കോൺഗ്രസിൻ്റെ മണ്ഡലം എന്ന് പറയുന്ന ചില മണ്ഡലങ്ങളിൽ BJP നടത്തിയ മുന്നേറ്റമൊക്കെ ഉണ്ട്. അങ്ങനെ ചില ഒരു പക്ഷേ ശക്തമായ മത്സരം എന്ന് പറയാവുന്ന ചില മണ്ഡലങ്ങൾ ഈ ഹൗറയ്ക്ക് അപ്പുറത്തേക്ക് ഉണ്ട്. BJPയുടെ ഇത്തവണത്തെ ഒരു വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തെ പോലെയല്ല, ഇത്തവണ അവിടെ CPM കുറെ കൂടി ശക്തി പ്രാപിച്ചിട്ടുണ്ട്. അവരുടെ ഒരു പഴയ ശക്തിയിലേക്കൊന്നും എത്തിയിട്ടില്ലെങ്കിലും വല്ലാതെ ദുർബലമായി പോയ അവസ്ഥയിൽ നിന്ന് അവർ തിരിച്ചു പിടിക്കുന്നുണ്ട്, ഗ്രൗണ്ട് തിരിച്ചു പിടിക്കുന്നുണ്ട്. അങ്ങനെ ഗ്രൗണ്ട് തിരിച്ചു പിടിച്ചു വരുമ്പോൾ BJP വിരുദ്ധ വോട്ടുകളാണ്, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകളിലായാലും അല്ലെങ്കിൽ BJP വിരുദ്ധ ഹിന്ദു വോട്ടുകളിലാണ് CPM ആയാലും കോൺഗ്രസ് ആയാലും തൃണമൂൽ കോൺഗ്രസ് ആയാലും 3 പേരും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒരേ വോട്ട് ബാങ്കിലാണ്. BJP നോക്കുമ്പോൾ BJPക്ക് കിട്ടേണ്ട വോട്ടുകൾ രണ്ടായി വിഭജിക്കപ്പെടുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഒരു ഭാഗം, ഹിന്ദു വോട്ടുകൾ ഒരു ഭാഗം തൃണമൂൽ കോൺഗ്രസ് പിടിക്കുന്നു, ഹിന്ദു വോട്ടുകളിൽ ഒരു ഭാഗം CPM പിടിക്കുന്നു അല്ലെങ്കിൽ കോൺഗ്രസ് പിടിക്കുന്നു, മുസ്ലിം വോട്ടുകളിലും ഒരു ഭാഗം തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസുമായി അല്ലെങ്കിൽ CPM-മായി പിടിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ BJPക്ക് എതിരായി നിൽക്കുന്ന മുസ്ലിം വോട്ട്, വലിയ ശതമാനം വരുന്ന മുസ്ലിം വോട്ട്, BJPക്ക് എതിരായി നിൽക്കുന്ന ഹിന്ദു വോട്ടുകൾ വലിയ ശതമാനം, ഇത് ഏറെക്കുറെ രണ്ടായി വിഭജിക്കപ്പെടുന്നുണ്ട്. അതിനകത്ത് ആർക്കാണ് ശക്തി കുറവെന്നുള്ളത് രണ്ടാമത്തെ വിഷയം. പക്ഷേ ഈ വിഭജനം ഒരു തരത്തിൽ പറഞ്ഞാൽ BJPയെ സംബന്ധിച്ച് സഹായകരമാണ്. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി ആവർത്തിച്ച് അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് തുടർച്ചയായി നിർത്തിക്കൊണ്ട് അവിടെ ഈ പ്രചരണം നടത്തുകയും മമതാ ബാനർജിയെ പോലെ ഒരാൾ വലിയ സീറ്റോടുകൂടി തന്നെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിജയമൊക്കെ ഇതിന്റെ കണക്കൊക്കെ പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മമതയ്ക്ക് തിരിച്ചടി നേരിട്ടെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി മമത അതിശക്തമായി തിരിച്ചു വന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമത വലിയ വിജയം നേടുന്നു. അതിനപ്പുറത്തേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്ക് മമത ബംഗാൾ തൂത്തുവാരുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. അങ്ങനെ ബംഗാളിൽ എതിരാളികളില്ലാത്ത രീതിയിലേക്ക് മമത വലിയൊരു മുന്നേറ്റം നാമമാത്രമായ സീറ്റുകളിലേക്ക് BJPയെയും അതോടൊപ്പം തന്നെ CPM-നെയും കോൺഗ്രസിനെയും എല്ലാം തള്ളിക്കൊണ്ടാണ് ജയിക്കുന്നത്. ആ മമതാ ബാനർജിയെ പോലെ ഒരാളെ പരമാവധി വളരാൻ ഏറ്റവും പ്രധാനമാണ്. അതെ, ബാരക്പൂർ എന്നുള്ള മണ്ഡലമൊക്കെ നോക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിനെ തുടർന്ന് BJP ടിക്കറ്റിൽ മത്സരിക്കുന്ന അർജുൻ സിംഗ് മത്സരിക്കുന്ന സ്ഥലം ഒക്കെയാണ്. അപ്പം അവിടെ TMC മാത്രമല്ല CPM-ന്റെ കാൻഡിഡേറ്റും അവിടെയുണ്ട്. അങ്ങനെ അത്തരം ചില മണ്ഡലങ്ങളൊക്കെയുണ്ട്. വലിയ രീതിയിൽ TMC വഞ്ചിച്ചു എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് അവിടെ പ്രചാരണമൊക്കെ നടക്കുന്നത്. അത് ചില മണ്ഡലങ്ങളുടെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം. രണ്ട് വിഷയങ്ങളാണ് അപർണ ഇതിലുള്ളത്. നമ്മൾ ഈ കണക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മിക്കവാറും മണ്ഡലങ്ങളിലെല്ലാം പഴയ ചരിത്രം നോക്കിയാൽ ഏതാനും മണ്ഡലങ്ങൾ വെച്ച് ബാക്കി എല്ലാ മണ്ഡലങ്ങളുടെയും പഴയ ചരിത്രം ചുവന്ന് തൊടുത്ത് നിൽക്കുന്ന ചരിത്രമാണ്. ആ ചരിത്രത്തെ നമ്മളിപ്പോൾ ബംഗാളിലെ രാഷ്ട്രീയമായിട്ട് ഏതെങ്കിലും തരത്തിൽ കറണ്ട് രാഷ്ട്രീയമായി നമുക്ക് ബന്ധപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മറ്റ് മണ്ഡലങ്ങളൊക്കെ മറ്റ് സംസ്ഥാനങ്ങളുടെ മണ്ഡലങ്ങൾ പരിശോധിക്കുന്ന പോലെ ചരിത്രപരമായ അത്തരം വലിയ വിജയങ്ങളുടെ നേട്ടങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുൻതുടർച്ച ഉണ്ടാകുമെന്നോ ഒന്നും കാണാൻ കഴിയില്ല. രണ്ടാമത്തെ ഒരു വിഷയം തൃണമൂൽ കോൺഗ്രസിൻ്റെ വിഷയം എന്ന് വെച്ചാൽ ഇപ്പോൾ BJP നിൽക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളിൽ പല പ്രധാന നേതാക്കളും തൃണമൂൽ കോൺഗ്രസ് നേതാക്കളായിരുന്നു. തൃണമൂൽ കോൺഗ്രസിന്റെ മമതാ ബാനർജി ഇതൊക്കെ പറയുമ്പോഴും മമതാ ബാനർജി ഒരു ഒറ്റയാൾ പാർട്ടിയാണ്. മമതാ ബാനർജിയുടെ ഒറ്റയാളുടെ തീരുമാനമാണ് നടപ്പാകുന്നത്. മമതാ ബാനർജിയുടെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിൽ മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് ഏറെക്കുറെ അസാധ്യമാണ്. അങ്ങനെ മമതാ ബാനർജിയെ തള്ളിക്കളയുന്ന അല്ലെങ്കിൽ മമതാ ബാനർജിയുടെ പാർട്ടിയിൽ നിന്ന് മറുകണ്ഠം ചാടിയവരോ അല്ലെങ്കിൽ അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടവരോ അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും തരത്തിൽ അസ്വസ്ഥമായി മാറി നിൽക്കുന്നവരൊക്കെയാണ് BJP ചൂണ്ടയിട്ട് പിടിക്കുകയും അല്ലെങ്കിൽ BJP നേതൃത്വത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തത്. അങ്ങനെ BJPയുടെ ആകെ ബംഗാളിലെ നേതാക്കളെ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു പകുതിയോളം പേർ മുൻ തൃണമൂൽ കോൺഗ്രസ് നേതാക്കളാണ്. അവരാണ് ഏറ്റവും പ്രധാനമായ നേതാക്കളായി വന്നിട്ടുള്ളവർ ഒക്കെയും. അത് ആ ഒരു പാർട്ടി അവിടെ അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ് യഥാർത്ഥത്തിൽ BJP പ്രയോഗിച്ചത്. ഹൂഗ്ലിയിലും അതുപോലെ ത്രികോണ മത്സരം എന്ന് പറയുന്ന ഒരു വിഷയമാണ് നടക്കുന്നത്. രചന ബാനർജി, പിന്നെ CPM-ന്റെ മണദീപ് ഘോഷ്, INDയുടെ മൃണാൾ കാന്തിദാസ്, അങ്ങനെ കുറേ പേര് പ്രധാനമായിട്ടും മത്സരിക്കുന്ന, അതായത് BJPയുടെ ലോക്കറ്റ് ചാറ്റർജി കൃത്യമായിട്ട് അവിടെ എന്താ പറയുക പ്രധാനമായിട്ടുള്ള ഒരു, അതായത് BJP കൂടുതൽ സ്വാധീനമുള്ള മണ്ഡലങ്ങളിലൊന്ന് കൂടി ഈ തെരഞ്ഞെടുപ്പിനകത്ത് വരുന്നുണ്ട്. സ്വാഭാവികമായും വരുന്നുണ്ട്. BJPക്ക് സ്വാധീനമുള്ളത് തൃണമൂൽ കോൺഗ്രസിന്റെ സ്വാധീനവും BJP സ്വാധീനമുള്ള മണ്ഡലങ്ങൾ തന്നെയാണ്.
ഇതിനകത്ത് CPM ഞാൻ പറഞ്ഞല്ലോ സ്വാധീനം വെച്ചിട്ട് നമുക്ക് പഴയ സ്വാധീനം വെച്ച് ഇപ്പോൾ ത്രികോണ മത്സരം എന്ന് പറയുന്നതിൽ കാര്യമായി എല്ലായിടത്തും ആ പറയുന്നതിൽ അർത്ഥമില്ല. അല്ലെങ്കിൽ പഴയ നിലവാരത്തിലേക്ക് CPM-നും കോൺഗ്രസിനും കോൺഗ്രസിന് ആ നിലവാരം നേരത്തെ ഈ അടുത്ത കാലത്ത് ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ആ ഒരു ജനകീയമായ ബേസ് CPM-ന് നേടിയെടുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അത്തരം ഒരു 40% വോട്ട് നേടിയിരുന്ന അല്ലെങ്കിൽ 50% വോട്ട് നേടിയിരുന്ന ഈ മണ്ഡലത്തിൽ നമുക്ക് ആകെ പരിശോധിച്ച് നോക്കിയാൽ കഴിഞ്ഞ തവണ പലയിടത്തെയും വോട്ടിംഗ് ശതമാനം 8.7 അല്ലെങ്കിൽ 9.7, 11, 12 ഒക്കെയാണ്. അവിടെ എവിടെയും ഒരു 30% വോട്ടിലേക്കോ അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്തേക്ക് പോലും പലപ്പോഴും CPM സ്ഥാനാർത്ഥികൾ വരുന്നില്ല എന്നതുകൂടിയുണ്ട്. അങ്ങനെ ഒരു നിൽക്കുന്ന സ്ഥലത്തേക്ക് CPM വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ട്. ഇപ്പോഴും CPM-ന് വോട്ട് ചെയ്തിരുന്ന മനുഷ്യർ തന്നെയാണ് അവിടെ ഉള്ളതിൽ പകുതിയോളം പേരും CPM-ന് മുമ്പ് വോട്ട് ചെയ്യുന്ന ആളുകൾ തന്നെയായിരിക്കും. അവരെല്ലാം തിരിച്ചു വരുമെന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷ CPM-നുണ്ട്. പക്ഷേ നമുക്ക് കണക്ക് വെച്ച് നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് അവിടെയെല്ലാം അത്ര ഒരു ശക്തമായ ത്രികോണ മത്സരം എന്ന തരത്തിലേക്ക് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകൾ 2014 നോക്കുക, 80-ൽ 71 സീറ്റ് കിട്ടിയ BJP 2019 അത് 64 മത്സരിച്ചു. കഴിഞ്ഞ തവണ SP-യും BSP-യും ഒരുമിച്ചാണ് മത്സരിച്ചത്. യുപിയിലോട്ട് പോകുകയാണെങ്കിൽ നമ്മൾ ഏതായാലും പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ഇനി നമുക്ക് രാജ്യത്ത് ഏറ്റവും കൂടുതൽ രാജ്യം ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന ഏറ്റവും വലിയ VVIP മണ്ഡലങ്ങളിലൊന്നായ റായ്ബറേലിയിലെ മത്സരം ഈ അടുത്ത ഘട്ടത്തിലാണ്. രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കുകയാണ്. റായ്ബറേലിയിലെ മത്സരവും അമേഠിയിലെ മത്സരം ഒക്കെ നടക്കാൻ പോവുകയാണ്. ഇതിൽ പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു കാലത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ ഉണ്ടായിരുന്ന ഇന്ത്യക്കാരുടെ ഒരു പൊതുധാരണ റായ്ബറേലിയിലും അമേഠിയിലും ഒരു കാരണവശാലും കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്നുള്ള ഒരു ധാരണയിലായിരുന്നു നിന്നിരുന്നത്. പക്ഷേ BJP അങ്ങനെയല്ല. BJP 2014 അവിടെ സ്മൃതി ഇറാനിയെ അമേഠിയിൽ അവതരിപ്പിക്കുന്നു. സ്മൃതി ഇറാനി വരുന്നു. സ്മൃതി ഇറാനി വരുമ്പോഴും രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം വല്ലാതെ കുറയുന്ന ഒരവസ്ഥയിലേക്ക് ഉണ്ടാകുന്നു. അത് 1,07,000 എന്ന മട്ടിലേക്ക് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയുന്നു. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോഴും രാഹുൽ ഗാന്ധിയുടെ ധാരണ അനായാസമായി തന്നെ അതായത് ഈ മെയ് 20-ന് പല VIP സ്ഥാനാർത്ഥികളുടെയും സ്റ്റാറ്റസ് അപകടത്തിലാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. VIP ഏറ്റവും പ്രധാനം ഇപ്പോൾ വരുമ്പോൾ ഇപ്പൊ ഈ തവണ അമേഠിയിൽ ആ വിഷയം വരുന്നില്ല. റായ്ബറേലിയിലാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ തവണ ഇപ്പോൾ ഈ റായ്ബറേലി തന്നെ BJP ഇപ്പോൾ പറയുന്നത് റായ്ബറേലിയിൽ ഞങ്ങൾ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തും എന്നുള്ളതാണ്. അതെ, BJPയുടെ ദിനേശ് പ്രതാപ് സിംഗ് ആണ് റായ്ബറേലിയിൽ. കഴിഞ്ഞ തവണ ദിനേശ് പ്രതാപ് സിംഗ് തന്നെയാണ് റായ്ബറേലിയിൽ BJP-ക്ക് വേണ്ടി മത്സരിച്ചത്. എന്ന് മാത്രമല്ല BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഉറ്റുനോക്കുന്ന റായ്ബറേലിയാണ്. അതൊരു ദേശീയ തലത്തിൽ തന്നെ പ്രാധാന്യമുള്ളത്. ഒന്നുകിൽ രാഹുൽ ഗാന്ധിയെ കൃത്യമായി പരാജയപ്പെടുത്തുക, അല്ലെങ്കിൽ എത്രത്തോളം കോൺഗ്രസിന് ഭൂരിപക്ഷം കുറയ്ക്കാൻ കഴിയുക എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് UP-യിൽ മാറുന്ന ഒരു സാധനം. അത് അപർണ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ റായ്ബറേലിയുടെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം കുറെ കാലമായി പരിശോധിച്ചു കഴിഞ്ഞാൽ 99-ൽ സോണിയാഗാന്ധി വരുന്നു. സോണിയാഗാന്ധി വന്നതിന് ശേഷം എന്ന് പറഞ്ഞാൽ അന്നേരം തന്നെ പെട്ടെന്ന് തന്നെ ഭൂരിപക്ഷം വല്ലാതെ ഉയരുകയാണ്. സോണിയാഗാന്ധിയുടെ 2019-ൽ 2004 2.5 ലക്ഷമായിരുന്നു. 2006 4.18 ലക്ഷമായിട്ട് അത് ഉയർന്നു. 2006 എന്ന് വെച്ചാൽ സോണിയാഗാന്ധി രാജിവെച്ചിട്ട് വീണ്ടും മത്സരിച്ചാണ്. പ്രതിഫലം വാങ്ങുന്ന 2 പദവികൾ എന്നുള്ള വിഷയം വന്നതിനെ തുടർന്ന് രാജിവെച്ചിട്ട് വീണ്ടും മത്സരിച്ചാണ്. 2009 അത് 3.72 ലക്ഷമായിരുന്നു. 2014 ഇന്ത്യ ആകെ കോൺഗ്രസ് അടിപതറി വീഴുമ്പോഴും സോണിയാഗാന്ധി റായ്ബറേലിയിൽ വിജയിച്ചത് 3.52 ലക്ഷത്തിലാണ്. അപ്പോഴാണ് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറഞ്ഞ് 1.7 ലക്ഷം 1,07,000 എന്നുള്ള ഭൂരിപക്ഷത്തിലേക്ക് വരുന്നത്. 2019 പക്ഷേ 1.67 ലക്ഷം മാത്രമായിരുന്നു ഭൂരിപക്ഷം. അന്നേരം ഒരു വിഷയം ആലോചിക്കണം. ആ സമയത്ത് അതിനു മുമ്പ് വരെയും സോണിയാഗാന്ധി മത്സരിക്കാൻ വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു 1.5 ലക്ഷത്തിന് മേൽ വോട്ട് മറ്റ് എതിർ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ തവണ ഇത് 3 ലക്ഷത്തിന് മേൽ വോട്ടിലേക്ക് വന്നു എന്ന് ആലോചിക്കണം. ആ സ്ഥാനാർത്ഥി തന്നെയാണ് ഇക്കുറി വീണ്ടും റായ്ബറേലിയിൽ മത്സരിക്കുന്നത്. അപ്പോൾ റായ്ബറേലിയിൽ BJP പറയുന്നെങ്കിലും നമുക്ക് പൂർണ്ണമായും BJPയുടെ അവകാശവാദത്തെ അങ്ങനെ തള്ളിക്കളയാൻ റായ്ബറേലിയിൽ കഴിയില്ല. റായ്ബറേലിയിൽ നിന്ന് പിന്നെ നമ്മൾ പോകുന്നത് അമേഠിയിലേക്ക് തന്നെ. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി മത്സരിക്കുന്ന മണ്ഡലം. അതിലൊരു ഇപ്പോൾ KL ശർമ്മ, കോൺഗ്രസിന്റെ KL ശർമ്മ മത്സരിക്കുന്നു. ഈ മറ്റേ ഇതിനകത്തൊരു പ്രധാന വിഷയം അപർണ, യഥാർത്ഥത്തിൽ അമേഠിയിലേക്ക് പോകുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു കുറെ കൂടി ആളുകൾക്ക് താല്പര്യം ഈ റായ്ബറേലിയുടെ ഒരു വിഷയം കൂടിയുണ്ട്. കഴിഞ്ഞ തവണ അമേഠിയിൽ എങ്ങനെയാണോ
രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയത്. രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്താൻ ഒരു ദിവസം ഈ കോൺഗ്രസ് തീരുമാനിച്ചതുപോലെ ഈ ഏറ്റവും അവസാന ദിവസം കൊണ്ടുവന്ന് രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കുക, ചിലപ്പോൾ അവർ മുൻകൂട്ടി ആലോചിച്ച് അവരുടെ തന്ത്രമായിരിക്കാം, അത് വേറെ കാര്യം അറിയുന്നില്ല. പക്ഷേ BJP അങ്ങനെയല്ല. BJP നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ച് അങ്ങനെ വളരെ മുൻകൂട്ടി തന്നെ എങ്ങനെയാണോ അമേഠി. ഞാനിതിനകത്തൊരു തമാശ ഒരു ചോദ്യം ചോദിക്കട്ടെ ഇടയ്ക്ക്. ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം റായ്ബറേലി ജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം UP സംബന്ധിച്ചിടത്തോളം. പക്ഷേ കോൺഗ്രസ് റായ്ബറേലിയിൽ ജയിക്കുകയാണെങ്കിൽ ചില വിമർശനങ്ങൾ നേരിടാൻ പോകുന്ന ഒരു സംസ്ഥാനം ഇവിടെയുണ്ട്, കേരളം എന്നുള്ളത്. അത് മറ്റൊരു വിഷയമായിട്ട് അവിടെ നിൽക്കും. പക്ഷെ അതെല്ലാം പറഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള വിഷയങ്ങളാണ്. ഇപ്പൊ അടിസ്ഥാനപരമായി നിങ്ങളൊരു യുദ്ധമുഖത്ത് നിൽക്കുകയാണ്. നിങ്ങളൊരു യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ആ യുദ്ധമുഖത്ത് വിജയം നേടുക എന്നുള്ളതാണ്. അതിനുശേഷം എന്ത് ചെയ്യുന്നു എന്നുള്ളതും, അല്ലെങ്കിൽ ഇപ്പോൾ നിൽക്കുന്ന ഏതെല്ലാം കക്ഷികൾ, ഇപ്പോൾ BJPക്ക് ഭൂരിപക്ഷം കിട്ടാവുന്നാൽ ഇന്ത്യ മുന്നണി നിൽക്കുന്ന എല്ലാ കക്ഷികളും ഇവിടെ തന്നെ ഉറച്ചു നിൽക്കണം എന്നുള്ളതിനകത്ത് വ്യവസ്ഥയൊന്നുമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തു നിൽക്കുന്ന BJPയുമായി സഖ്യകക്ഷിയിൽ നിൽക്കുന്ന ഒരു സ്ഥലത്ത് പല പാർട്ടികൾക്കും BJPയുടെ കൂടെ പോയി നിൽക്കുന്നതിനേക്കാൾ ഇന്ത്യ മുന്നണിയെ പോലുള്ള സഖ്യത്തിൽ വന്നു കഴിഞ്ഞാൽ അതിന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ അവിടെ നിന്നാൽ കൂടുതൽ പ്രാമുഖ്യം കിട്ടും, കൂടുതൽ അവസരങ്ങൾ കിട്ടും. അങ്ങനെ അവിടെ ഒരു വലിയ പ്രാധാന്യമില്ലാത്ത പാർട്ണറായി ഒപ്പം നിൽക്കണോ അതോ ഇവിടെ വരണോ എന്നുള്ളത്, ഇതെല്ലാം തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചത്. ഇപ്പോൾ 2004 എങ്ങനെയാണ് വന്നത്? 2004 കോൺഗ്രസിനേക്കാൾ സീറ്റ് കിട്ടിയത് BJPക്കാണ്. അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ അങ്ങനെ തന്നെ. ഞാനതൊരു അല്പം കൗതുകരമായിട്ട് പറഞ്ഞത് റായ്ബറേലിയുടെ വിജയ ചിത്രം വയനാടിന്റെ ഇനിയുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചിത്രത്തെ കൂടി സ്വാധീനിക്കുന്ന ഒന്നായി മാറുകയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അത് 100% ഉറപ്പാണ്. അങ്ങനെ ഒരു സാധ്യത ഉണ്ട്. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി വിജയിച്ചാൽ സ്വാഭാവികമായും റായ്ബറേലി നിലനിർത്താനായിരിക്കും രാഹുൽ ഗാന്ധി ശ്രമിക്കുക. കാരണം വയനാടിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ്. പക്ഷേ റായ്ബറേലി രാഹുൽ ഗാന്ധി അല്ലാതെ മറ്റാരും മത്സരിച്ചാലും അങ്ങനെ ഒരു വിജയ സാധ്യത ഉള്ളൊരു മണ്ഡലമല്ല. റായ്ബറേലിയിൽ നിന്ന് രാജിവെച്ചാൽ ആ സീറ്റ് പോയി എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും കോൺഗ്രസിന് കണക്കാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവാനാണ് ജയിച്ചാൽ സാധ്യതയുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ ജയിക്കാൻ സാധ്യതയുള്ളത് മറ്റൊന്നും കൂടി പറയുന്നത്, കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ സോണിയാഗാന്ധി അടക്കം മത്സരിക്കുമ്പോൾ കോൺഗ്രസ് ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. അവിടെ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നു, SPയും BSPയും സഖ്യമായി മത്സരിക്കുന്നു, BJP മറ്റൊരു ഘട്ടത്തിൽ മത്സരിക്കുന്നു. അവിടെ SPയെ സംബന്ധിച്ചിടത്തോളം SPക്ക് ഈ റായ്ബറേലിയിൽ വലിയ ഒരു മെജോറിറ്റി ഉണ്ടെങ്കിൽ, കാരണം അവിടെ 5 നിയമസഭാ മണ്ഡലങ്ങളുണ്ടെങ്കിൽ അതിൽ 4 സമാജ്വാദി പാർട്ടി MLAമാരാണുള്ളത്. സമാജ്വാദി പാർട്ടിക്ക് വലിയ സ്വാധീനമുണ്ട്. സമാജ്വാദി പാർട്ടിയുടെ മറ്റൊരു പ്രത്യേകത, ഈ മുലായം സിംഗ് യാദവും സോണിയാഗാന്ധിയൊക്കെ ഇരിക്കുമ്പോൾ ഇവർ പരസ്പരം മത്സരിക്കുകയും എതിരാളിയൊക്കെ നിൽക്കുമ്പോഴും മുലായം സിംഗ് യാദവിൻ്റെ മൈൻപൂരിലോ അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ റായ്ബറേലിയിലോ ഇവർ പരസ്പരം സ്ഥാനാർത്ഥികളെ മത്സരിച്ചിരുന്നില്ല. അവിടെ അങ്ങനെ നമുക്ക് കേരളത്തിൽ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു അത്ഭുതം തോന്നാം, പരസ്പരം എതിരിരിക്കുന്ന 2 പ്രധാനപ്പെട്ട നേതാക്കൾ, പക്ഷേ നിങ്ങളുടെ കളത്തിൽ കയറി ഞാനും കളിക്കില്ല, എന്റെ കളത്തിൽ കയറി നിങ്ങൾ കളി. ഇത് ഈ ഒരു രാഷ്ട്രീയ മര്യാദ എന്ന് പറയണോ അതോ എന്റെ കളം സുരക്ഷിതമാക്കാൻ വേണ്ടിയുള്ള തന്ത്രപരമായ നീക്കം? എന്തായാലും അവരങ്ങനെ ചെയ്തിരുന്നില്ല. വളരെ അപൂർവ ഘട്ടത്തിൽ എനിക്ക് 2004 മാത്രമാണ് SP സ്ഥാനാർത്ഥി മത്സരിച്ചത്. അതിനുശേഷമുള്ള ഘട്ടങ്ങളിലൊന്നും തന്നെ SP സ്ഥാനാർത്ഥി സോണിയാഗാന്ധിക്കെതിരെ മത്സരിച്ചിരുന്നില്ല. BSP അങ്ങനെയല്ല. BSP സഖ്യമില്ലാത്ത സമയത്തല്ല, ഇപ്പോഴും BSP സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുന്നുണ്ട്. SPക്ക് വലിയ സ്വാധീനമുണ്ട്. ഈ റായ്ബറേലിയിലോ അല്ലെങ്കിൽ അമേഠിയിലോ ഉള്ള 10 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരിടത്ത് പോലും കോൺഗ്രസ് ഇല്ല. നമ്മൾ പറയുമ്പോൾ ഇത് കോൺഗ്രസിന്റെ വലിയ തറവാടാണ്, കോൺഗ്രസിന്റെ വലിയ നേട്ടമാണെന്നൊക്കെ പറയുമ്പോഴും കോൺഗ്രസ് ആകെ ഈ കുടുംബത്തിലെ ആളുകളെ വരുമ്പോൾ അവർ വോട്ട് ചെയ്യുന്നു, ജയിപ്പിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ കോൺഗ്രസിന് അങ്ങനെ ഒരു വലിയ സ്വാധീനമുള്ള 2 മണ്ഡലങ്ങളല്ല യഥാർത്ഥത്തിൽ ഈ റായ്ബറേലി ആയാലും അമേഠി ആയാലും. ഇവിടെ എല്ലാം കോൺഗ്രസിന്റെ കയ്യിൽ നിന്ന് വല്ലാതെ പോയതിൽ 10 സീറ്റിൽ 1 സീറ്റ് പോലും ഇല്ലാത്തടത്താണ്, ഒരു MLA പോലും സ്വന്തം നിലയിൽ ഇല്ലാത്തടത്താണ് അവിടെ മത്സരിക്കുന്നതെന്ന് ആലോചിക്കണം. അവിടെ പക്ഷേ SPക്ക് അമേഠിയിലാണെങ്കിൽ 3 സീറ്റ് SPയുടെ പക്ഷേ കയ്യിലാണ്, 2 സീറ്റ് BJPക്കാണ്. അവിടെയും SPക്കാണ് മേൽക്കൈയുള്ളത്. റായ്ബറേലിൽ അങ്ങ് 4 സീറ്റ് SPക്കുണ്ട്, 1 സീറ്റ് മാത്രമേ ഉള്ളൂ BJPക്ക്. അതുകൊണ്ട് തന്നെ SPയും കോൺഗ്രസ് കൂടി ചേരുമ്പോൾ ഇനി ഏതെങ്കിലും കാരണവശാൽ കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിന് ഒരു ഇടിവുണ്ടായാൽ പോലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പിടിച്ചു നിൽക്കാൻ SPയുടെ വലിയ സഹായമുണ്ട്. ഇനി ഇപ്പോൾ SPയുടെ ആവശ്യം കൂടിയാണ്. അതായത് റായ്ബറേലിയിൽ ഒരു തിരിച്ചടി പ്രതീക്ഷിക്കേണ്ട സ്ഥിതിയില്ല. നിലവിലെ സാഹചര്യത്തിൽ സ്ഥിതി ഉണ്ടാവില്ല എന്ന് നമുക്ക് രാഷ്ട്രീയത്തിൽ പറയാൻ കഴിയില്ല. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ നിലവിലെ കണക്കുകളും എല്ലാം വെച്ച് നോക്കുമ്പോൾ റായ്ബറേലി ഏറെക്കുറെ സുരക്ഷിതമായ ഇത് തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളത്. നമുക്കിനി അമേഠിയിലേക്ക് കടക്കുകയാണെങ്കിൽ അതിലും വലിയ ചോദ്യം വരുന്നില്ല. KL ശർമ്മ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. സ്മൃതി ഇറാനി വീണ്ടും മത്സരിക്കാൻ വരുന്ന ഒരു സ്ഥലം. വളരെ നേരത്തെ തന്നെ പ്രചാരണമൊക്കെ തുടങ്ങി. വളരെ സ്ട്രോങ് ഒരു ബാക്കപ്പ് സ്മൃതി ഇറാനിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ അതിലൊരു പ്രത്യേകിച്ച് ഒരു ചോദ്യം ഉയരുന്നില്ല എന്ന് പറയണം. അമേഠിയെ സംബന്ധിച്ച് ഈ റായ്ബറേലിയേക്കാൾ കൂടുതൽ ഗാന്ധി കുടുംബത്തിന്, ഇന്ദിരാഗാന്ധിയുടെ കുടുംബത്തിന് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം, വിശ്വസിക്കാൻ കഴിയുന്നതോ അല്ലെങ്കിൽ സ്വാധീനം ഉണ്ടായിരുന്നതോ അല്ലെങ്കിൽ വൈകാര്യ ബന്ധമുണ്ടായ ഒരു മണ്ഡലം അമേഠിയാണ്.
അമേഠിയെ സംബന്ധിച്ച് രാജീവ് ഗാന്ധി തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമാണ്. രാജീവ് ഗാന്ധി അവിടെ വിജയിച്ചത് 81 മുതൽ 4 തവണ രാജീവ് ഗാന്ധി വിജയിച്ചതാണ്. അതിനു മുമ്പ് സഞ്ജയ് ഗാന്ധി 80-ൽ സഞ്ജയ് ഗാന്ധി വിജയിച്ച മണ്ഡലമാണ്. സഞ്ജയ് ഗാന്ധി, രാജീവ് ഗാന്ധി, പിന്നീട് സോണിയാഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോഴും സോണിയാഗാന്ധി അവിടെ ഇത്തവണ നെഹ്റു കുടുംബത്തിലെ ഒരാള് അമേഠിയിൽ മത്സരിക്കും എന്നുള്ള ആ ഒരു പ്രചാരണം അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിൽ നിന്നൊക്കെ പിന്നീട് ഇവർ പിറകോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. സ്വാഭാവികമായിട്ടും ആ പിറകോട്ട് പോക്ക് തന്നെ BJPയെ സംബന്ധിച്ചോളം വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒന്നായി മാറുകയാണ്. കോൺഗ്രസിൽ ഒരു വിഭാഗം നേതാക്കളും അല്ലെങ്കിൽ പുറത്തു നിൽക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം റായ്ബറേലിയിലും അമേഠിയിലും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മത്സരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ രണ്ടും ഒരു മത്സരിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായും രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ 55,000 വോട്ടിന് മാത്രമാണ് പരാജയപ്പെട്ടത്. ഇപ്പോഴും രാഹുൽ ഗാന്ധി സംബന്ധിച്ചും അവിടെ ഒരു സ്വാധീനം അങ്ങനെ വല്ലാതെ നഷ്ടപ്പെട്ടു പോയി എന്നൊന്നും പറയാനില്ല. രാഹുൽ ഗാന്ധിക്ക് വേണമെങ്കിൽ അത്തരം ഒരു ധൈര്യം ഇതിനെ ഏറ്റെടുക്കാമായിരുന്നു, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയെ സ്മൃതി ഇറാനിയെ നേരിടാൻ വേണ്ടി നിയോഗിക്കാമായിരുന്നു. അങ്ങനെ ആയിരുന്നു. പ്രിയങ്കയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിലൊരു പരാജയം നേരിട്ടാൽ അത് ഒരു രാഷ്ട്രീയ രാഹുൽ ഗാന്ധിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു പക്ഷേ ഇനിയുള്ള ഒരു ഓപ്ഷൻ പ്രിയങ്ക എന്ന രീതിയിൽ ഒരു തോൽവിയാണ് വരുന്നതെങ്കിൽ അതൊരു രാഷ്ട്രീയപരമായി അങ്ങനെയാണെങ്കിൽ നേരെ തിരിച്ചാലും മത്സരിക്കാൻ പറ്റുന്നല്ലോ. രാഹുൽ ഗാന്ധിക്ക് അമേഠിയിലും റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചാലും രാഹുൽ ഗാന്ധി മത്സരിച്ചാലും ജയിക്കും. അപ്പോൾ അവിടെ രാഹുൽ ഗാന്ധിക്ക് വേണമെങ്കിൽ അവിടെ പ്രിയങ്ക ഗാന്ധിക്ക് മത്സരിക്കാം, ഇവിടെ രാഹുൽ ഗാന്ധിക്ക് വയനാട് നിന്ന് ജയിക്കുമെന്നുള്ളത് രാഹുൽ ഗാന്ധിക്ക് 100% ഉറപ്പാണ്. അങ്ങനെ ഒരാളിന് അമേഠിയിൽ അങ്ങനെ ഒരു വെല്ലുവിളി ഏറ്റെടുക്കാം വേണമെങ്കിൽ. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അമേഠിയിൽ തോറ്റു എന്ന് പറയുന്നതിനും അല്ലെങ്കിൽ ഇവിടുന്ന് ജയിച്ചു എന്ന് പറയുന്നതിനകത്ത് ഒരിടത്ത് ജയിച്ചു കഴിഞ്ഞാൽ ജയിച്ച ആൾ MP ആണ്, അതിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത്തരം ഒരു ധൈര്യത്തിലെ ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ അതാണ് ഇപ്പോൾ കെജ്രിവാൾ അങ്ങനെയാണ്. കെജ്രിവാളിനെ ആളുകൾ ധൈര്യമായി കാണുന്നത്. കെജ്രിവാൾ 2014 നരേന്ദ്രമോദി വാരണാസിയിൽ മത്സരിക്കാൻ പോകുമ്പോൾ ആം ആദ്മി പാർട്ടിക്ക് യൂണിറ്റ് പോലും ഇല്ലാത്തൊരു സ്ഥലത്ത്, ആം ആദ്മി പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ ഒരാൾ പോലും ഇല്ലാത്തൊരു സ്ഥലത്ത് കെജ്രിവാൾ പോയി നിന്ന് നരേന്ദ്രമോദിക്കെതിരെ എതിർ സ്ഥാനാർത്ഥിയെ നിൽക്കുന്നു. അവിടെ നിന്ന് SP-ക്ക് സ്വാധീനമുണ്ടായിരുന്ന, BSPക്ക് സ്വാധീനമുണ്ടായിരുന്ന, കോൺഗ്രസിന് സ്വാധീനമുണ്ടായിരുന്ന വാരണാസിയിൽ നരേന്ദ്രമോദിയുടെ മുഖ്യ എതിരാളിയായി അരവിന്ദ് കെജ്രിവാൾ വരുന്നു. അവിടെ 2ാം സ്ഥാനത്തേക്ക് അരവിന്ദ് കെജ്രിവാൾ 2 ലക്ഷത്തിലധികം വോട്ട് വാരണാസിയിൽ നരേന്ദ്രമോദി മത്സരിക്കുമ്പോൾ കെജ്രിവാൾ പോയി 2 ലക്ഷത്തിലധികം വോട്ട് വാങ്ങിയെന്നത് ആലോചിക്കണം. അത് നൽകുന്ന ഒരു രാഷ്ട്രീയ ധൈര്യമുണ്ട്. ഒരു നേതാവ് എങ്ങനെയാണ് വെല്ലുവിളി ഏറ്റെടുക്കാൻ കഴിയുന്നത്? പരാജയപ്പെട്ടു പോയി ഏറ്റവും സുരക്ഷിതമായ മണ്ഡലത്തിൽ വന്ന് മത്സരിക്കുന്നതിൽ, ഇപ്പോൾ വയനാട് വന്ന് മത്സരിക്കുന്നതിൽ ഒരു ടാക്ടിക്കലായിട്ടൊരു കാര്യമൊക്കെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അതിനപ്പുറത്തേക്ക് വയനാട് പോലെ സുരക്ഷിതമായ മണ്ഡലത്തിലല്ല, ഒരിടത്ത് സുരക്ഷിതമാണെങ്കിൽ ഒരിടത്തെങ്കിലും വെല്ലുവിളി ഏറ്റെടുക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാവും. അങ്ങനെ വെല്ലുവിളി ഏറ്റെടുക്കുന്ന നേതാവിനൊപ്പമാണ് ആളുകൾ നിൽക്കുക. ഇതിപ്പോൾ UP-യിലേക്ക് ഇനിയിപ്പോൾ സമയം കുറഞ്ഞതുകൊണ്ട് UP-യിൽ ഇനി ലക്നൌവിലേക്ക് പോകുമ്പോൾ നമ്മുടെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് 3ാം തവണയും ജനവിധി തേടുന്ന മണ്ഡലം. SP-യുടെ രവിദാസ് മെഹ്റോത്ര, BSPയുടെ സർവാർ മാലിക് അദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്നത് താരതമ്യേന ദുർബലരാണ് എന്ന് തന്നെ പറയേണ്ട സ്ഥാനാർത്ഥികളാണ്. ഫൈസാബാദിൽ സിറ്റിംഗ് BJPയുടെ MP ലല്ലു സിംഗ് അതും 3ാം തവണ ജനവിധി തേടുന്നു. ഒപ്പം ഇനി കേന്ദ്രമന്ത്രി കൗശൽ കിഷോറും മത്സരിക്കുന്നു മോഹൻലാൽഗഞ്ചിൽ നിന്ന്. എനിക്ക് അതിനകത്ത് ലക്നൗ ആണെന്ന് കുറെ കൂടി താല്പര്യം. ലക്നൌവിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത AB വാജ്പേയി തുടർച്ചയായി പ്രതിനിധീകരിച്ച മണ്ഡലമാണ്. വാജ്പേയിയുടെ പേര് ലക്നൗ എന്ന മണ്ഡലം തന്നെ അറിയപ്പെട്ടിരുന്നത് വാജ്പേയിയുടെ പേരിലായിരുന്നു. 2014 അവിടെ രാജ്നാഥ് സിംഗ് മത്സരത്തിലേക്ക് വരുന്നത്. BJPയുടെ UP-യിൽ BJPക്ക് സ്വാധീനം ഏറെ, മറ്റ് സ്ഥലങ്ങളിലൊന്നും BJP ജയിക്കാതിരിക്കുന്ന ഘട്ടങ്ങളിൽ പോലും BJPക്ക് ജയിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ BJP ജയിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമാണ് ലക്നൗ എന്ന് പറയുന്നത്. ലക്നൗ നഗരത്തിന് ആ തരത്തിലേക്ക് ഒരു വലിയ പ്രാധാന്യം BJPക്ക് ഉണ്ടായിരുന്നു. BJPയുടെ എല്ലാ പാർട്ടികളുടെയും ഓഫീസുകളുമെല്ലാം ഈ പറയുന്ന പ്രധാനപ്പെട്ട ഓഫീസുകളും സംസ്ഥാന ഓഫീസുകളുമെല്ലാം അടങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവിടെ രാജ്നാഥ് സിംഗ് 2014 എനിക്ക് തോന്നുന്നു, അതിന് തൊട്ട് മുമ്പ് ലാൽജി ടണ്ടനാണെന്ന് തോന്നുന്നു അവിടെ 2009 അവിടെ നിന്ന് വിജയിച്ചത്. അന്നേരം BJPയുടെ സ്ഥാനാർത്ഥി തന്നെയാണ് വിജയിച്ചത്. അവിടെ കോൺഗ്രസിന് വളരെ കുറച്ച് മുൻകാലങ്ങൾ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട്. 1-2 തവണ SP-യും BSPയും ഒക്കെ ജയിച്ചിട്ടുണ്ട്. അപ്പുറത്തേക്ക് 3ാം തവണയും മത്സരിക്കുക എന്നുള്ളത് ഒരു സുരക്ഷിത സീറ്റായി രാജ്നാഥ് സിംഗ് അത് വ്യക്തമായി കണക്കാക്കി. ഏറ്റവും സുരക്ഷിതമായ BJPയുടെ ഒരു സീറ്റാണ് ലക്നൗ എന്ന് പറയുന്നത്. ഞാൻ പറയല്ലോ 5 തവണയാണ് 1991 മുതൽ 5 തവണയാണ്. 91-ലൊക്കെ BJPയുടെ ഇന്ത്യയിലെ അവസ്ഥ ആലോചിക്കണം. ആ ഘട്ടത്തിൽ തന്നെ വാജ്പേയി ജയിച്ചുകൊണ്ടിരുന്ന ഒരു മണ്ഡലമാണ് ലക്നൗ എന്ന് പറയുന്നത്. അവിടെ നിന്ന് 5 തവണ ജയിച്ച ആളാണ് വാജ്പേയി. കഴിഞ്ഞ തവണയായാലും അതിന് മുമ്പിൽ തവണയായാലും 2019 3.47 ലക്ഷം വോട്ട് നേടിയാണ് രാജ്നാഥ് സിംഗ് ജയിക്കുന്നത്. 2014 2.72 ലക്ഷം വോട്ട് നേടി. രാജ്നാഥ് സിംഗ് ഉത്തർപ്രദേശിന്റെ ഒരു വികാരം കൂടിയുള്ള ഒരു നേതാവ് കൂടിയാണ്. ഏതായാലും ഫൈസാബാദിൽ അയോധ്യ നിൽക്കുന്ന സ്ഥലം, ഇപ്പോൾ അയോധ്യ ഫൈസാബാദ് എന്നുള്ള പേര് മാറ്റി അയോധ്യ എന്നുള്ള. അവിടെയും BJP MP ലല്ലു സിംഗ് 3ാം തവണയാണ് ജനവിധി തേടുന്നത്. അയോധ്യയിലെ ഏറ്റവും കൗതുകരമായ വിഷയമല്ല ചില അയോധ്യയിൽ ഇപ്പോൾ ഈ 2 തവണയാണ് തുടർച്ചയായി BJP ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പ് അവിടെ BJP ഇടയ്ക്ക് മാറി വിനയ് കത്തിയാറൊക്കെ തുടർച്ചയായിട്ട് 91-ലും 96-ലൊക്കെ ജയിച്ചിട്ടുണ്ട്. അതിനുശേഷമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നീട് SP ജയിച്ചിട്ടുണ്ട്. പഴയ സാഹചര്യമല്ല എന്നുള്ള ജയിച്ചിട്ടുണ്ട്.
അങ്ങനെ ഈ ലക്നൗ പോലെ അങ്ങനെ ബി ജെ പിയുടെ ഒരു അയോധ്യ നിൽക്കുന്ന ഫൈസാബാദ് ജില്ല എന്ന് പറയുന്നത് ലക്നൗ പോലെ ബി ജെ പിയുടെ ഒരു സ്ട്രോങ് ഹോൾഡ് സ്ഥലമോ അല്ലെങ്കിൽ ബി ജെ പിക്ക് അങ്ങനെ വലിയ കഴിഞ്ഞ 2-3 തവണ ഈ ലക്നൗ പോലെ ഒരു വലിയ ചരിത്രമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബി ജെ പിയുടെ ഒരു സ്ട്രോങ് ഹോൾഡ് സ്ഥലം യഥാർത്ഥത്തിലല്ല. ഇത്തവണത്തെ ഈ ഘട്ടത്തിൽ കൂടുതൽ കേന്ദ്രമന്ത്രിമാർ ജനവിധി തേടുന്നു എന്നുള്ള വിഷയം രാജ്നാഥ് സിംഗിന് പുറമെ കേന്ദ്രമന്ത്രി കൗശൽ കിഷോർ ഇത്തവണ യു പിയിൽ മാത്രം മുൻ കേന്ദ്രമന്ത്രി പ്രദീപ് ജെയിൻ ഇത്തവണ ഝാൻസിയിൽ മത്സരിക്കുന്നു. ഫത്തേപൂരിൽ സാധ്വി നിരഞ്ജൻ ജ്യോതി 3ാം തവണയും. അങ്ങനെ കൂടുതൽ പ്രമുഖർ മത്സരിക്കുന്ന ഒരു സമയം, ഒരു വോട്ടെടുപ്പ് കൂടിയാണ് യു പിയെ സംബന്ധിച്ച്. ഓരോ ദിവസവും യഥാർത്ഥത്തിൽ ഈ നേരത്തെ അപർണ ഏറ്റവും തുടക്കത്തിൽ അപർണ സൂചിപ്പിച്ചതുപോലെ ഈ CAA വിഷയമൊക്കെ അടക്കം BJPക്ക് അവിടെ വലിയ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണം ഈ മറ്റ് സംസ്ഥാന ഗുജറാത്തോ രാജസ്ഥാനോ മധ്യപ്രദേശോ ഒക്കെ പോലെ അത്ര സുരക്ഷിതമായാണ് UP എന്ന് ഇപ്പോഴും കണക്കാക്കുന്ന ഒരു സ്ഥലമല്ല BJPയെ സംബന്ധിച്ച് അവിടെ വലിയ വെല്ലുവിളികളുണ്ട്. SP അങ്ങനെ എഴുതി തള്ളാൻ കഴിയുന്ന ഒരു ഹിന്ദു വോട്ട് ബാങ്ക് ഐക്യമൊന്നും UPയിൽ ഒരു കാര്യം വോട്ട് ചിതറിപ്പോയോ എന്നുള്ളൊരു ചോദ്യം. BSP ഇനി വോട്ട് ചിതറിപ്പോയോ? പക്ഷേ BSP പലപ്പോഴും നമ്മൾ ആലോചിക്കണം. BSP ഒരു സീറ്റും കിട്ടാത്ത, കഴിഞ്ഞ തവണ 10 സീറ്റ് കിട്ടിയാണ്, ഒരു സീറ്റും കിട്ടാതിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം BSPയുടെ വോട്ടിംഗ് ശതമാനത്തിൽ 5-6% ഒക്കെ കുറഞ്ഞിട്ടുള്ളൂ. ഇപ്പോഴും ഒരു 10-12% വോട്ട്, 19-20% വോട്ട് ഉണ്ടായിരുന്ന ഒരു പാർട്ടിക്ക് 10-12% വോട്ട് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ വോട്ട് ഇനി ഇത്തവണ എങ്ങോട്ട് പോകും? ഇത്തവണ എങ്ങനെ കാര്യം മായാവതി എന്ന ഒരു ഇന്ത്യയിലെ UPയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ എവിടെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു വാർത്ത പോലും മായാവതിയെ കുറിച്ച് അങ്ങനെ ഒരു വാർത്ത പോലും എവിടെയും വന്നില്ല. ആ വോട്ട് ഇനി ആർക്കാണ് പോകുന്നത്? BJPയിലേക്കാണോ പോകുന്നത് അതോ ഇനി അത് കോൺഗ്രസിലേക്കും SP-ലേക്കും? ഇപ്പം നേരത്തെ ഒരു കണക്കാണെന്ന് വെച്ചാൽ മായാവതിയുടെ ദളിത് വോട്ടെന്ന് പറയുന്നത് കോൺഗ്രസിന്റെ വോട്ടായിരുന്നു. അത് കോൺഗ്രസിലേക്ക് മടങ്ങി വരുമോ? അങ്ങനെ മടങ്ങി വന്നാൽ കോൺഗ്രസ് അതേ പ്ലസ് OBC വോട്ട് കൂടി ചേർന്ന് SP-യുടെ OBC വോട്ടും മുസ്ലിം വോട്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അവിടെ BJPക്ക് വലിയ വെല്ലുവിളി ഉയർത്താനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ കൊണ്ടാവണം BJP അവിടെ കൂടുതലായി നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കൾ കോൺസെൻട്രേറ്റ് ചെയ്ത് UPയെ കോൺസെൻട്രേറ്റ് ചെയ്ത് UPയിൽ എങ്ങനെയും സീറ്റ് വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ പ്രവർത്തിക്കുന്നത്. ഏതായാലും 5ാം ഘട്ടത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾ കൂടിയുണ്ട്. ലഡാക്ക് അടക്കമുള്ള പ്രദേശങ്ങൾ അടക്കം 8 സംസ്ഥാനങ്ങളാണ്. അതിൽ 2 സംസ്ഥാനങ്ങളാണ് നമ്മൾ ഇന്ന് വിശകലനം ചെയ്തത്. കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഈ പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ CAA പോലെ വിഷയം മാറി വരുന്നു, ഫോക്കസ് മാറി വരുന്ന ഒരു സമയം കൂടിയാണ്. ആ വിശകലനങ്ങളിലും മുഖ്യമായി നാളെ വീണ്ടും രാത്രി 8 മണിക്ക് കാണാം PGF. നമസ്കാരം. Political Grand Finale, co-presented by Berger Paints, 100 years of trust. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, ലക്ഷ്യ. Join Indian Institute of Commerce, ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. Berger Dam Stop.